ഷാജിയാണ് ഞാൻ. കണ്ണൂരാണ് എൻ്റെ സ്വദേശം. ഇപ്പോൾ ദുബായിലാണ് ഉള്ളത്. 20 വർഷത്തിൽ മേലെ ദുബായിലായിരുന്നു. ഫാമിലിയോടൊപ്പം സെറ്റിൽഡ് ആണ്. ഇന്ന് ഈ ഒരു ബിസിനസ് എൻ്റെ ലൈഫാണ്. വെസ്റ്റീജ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനായിട്ട് കാണുന്ന ഒരു ബിസിനസ്സാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൽ വരാനുള്ള ഏറ്റവും വലിയ കാര്യം, ഞാൻ ദുബായിൽ ഒരു കമ്പനിയിൽ 20 വർഷം ജോലി ചെയ്തു. അതിന് മുന്നേ ഒരു 10 വർഷത്തിന് മുന്നേ ഞാൻ സ്വന്തമായിട്ട് ദുബായിൽ ഒരു കമ്പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1.5 കോടി രൂപയോളം ചിലവാക്കിയിട്ട് ഒരു കമ്പനിയൊക്കെ തുടങ്ങി. അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് ഒരുപാട് എല്ലാ പൈസയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഗൾഫിൽ ഉണ്ടാക്കിയിരുന്ന പൈസ കംപ്ലീറ്റ് അവിടെ പോയതാണ്. അവിടെ തൊട്ട് നമ്മുടെ ലൈഫിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ടൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഇന്ന് വെസ്റ്റീജിൽ വന്ന ശേഷമാണ് എൻ്റെ പഴയ സ്വപ്നങ്ങളും എല്ലാം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായത്. ഇവിടെ ഈ ബിസിനസ്സിന് വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും വരുന്ന പോലെ തന്നെ ഒരു താല്പര്യമില്ലാതെ, ഒരു കൺഫ്യൂഷൻ പോലെ, എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാനുള്ള മടി. കാരണം നാട്ടിലുള്ള ഒരുപാട് പരിപാടികൾ കണ്ട് പേടിച്ചുള്ള ആൾക്കാർ പറഞ്ഞ എക്സ്പീരിയൻസ്, ഞാൻ ചെയ്തിട്ടൊന്നുമില്ല, ഒരു പരിപാടിയും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ആൾക്കാർ പറഞ്ഞ അറിവ് കൊണ്ട് പേടിയുണ്ടായിരുന്നു, ചെയ്യാൻ മടിയുണ്ടായിരുന്നു. പക്ഷേ ഒരു താല്പര്യമില്ലാതെ പ്രസൻറ്റേഷൻ കേട്ട വ്യക്തി ഇന്ന് ഞാൻ എൻ്റെ ജീവനായിട്ട് കാണുന്ന ബിസിനസ്, വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങിയ പരിപാടിയാണ്. ഇത് രാത്രി 12 മണി വരെ ഞാൻ ഉണ്ടാവും ഈ ബിസിനസ്സിൽ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ദൈവമായിട്ട് കൊണ്ടുതന്നത് ഞാൻ ഈ ബിസിനസ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. കാരണം എനിക്ക് നഷ്ടപ്പെട്ട 1.5 കോടി രൂപ ഇനി ഞാൻ ജോലി ചെയ്താൽ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. കാരണം ഇപ്പം ശമ്പളം കുറവാണ്, വരുമാനം ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, വരുമാനം അതനുസരിച്ചില്ല. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണെന്നുള്ളത്. പക്ഷേ ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതിൽ ലക്ഷങ്ങൾ, 22 ലക്ഷം 30 ലക്ഷം വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസ് അവരോട് ചോദിച്ച് മനസ്സിലാക്കിയ അതുകൊണ്ടാണ് എനിക്ക് ഇതിലൂടെ എല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായതും. ഇന്ന് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നതും ഫോക്കസ് ചെയ്യുന്നതൊക്കെ ഇതിൽ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വരുമാനം നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാമെന്നൊരു തീരുമാനം എടുത്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാരണം എനിക്ക് ബുദ്ധിമുട്ട് വന്ന സമയത്ത്, കഷ്ടപ്പാട് വന്ന സമയത്ത് ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടിയിട്ടില്ല. ഉണ്ടായിരുന്ന ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നമ്മളെ തള്ളിപ്പറയത്. കാരണം ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്താണ് ഈ ബന്ധങ്ങളുടെ വില കൂടിയ ഒരാളാണ് ഞാൻ. അവിടെ നിന്ന് എനിക്കൊരു പ്രതികാരം എന്ന് പറഞ്ഞാൽ മധുര പ്രതികാരമാണ്. ഇതിലൂടെ വിജയിക്കണം, ഇതിലൂടെ വിജയിച്ച് എൻ്റെ സക്സസ് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു പ്രതികാരത്തോടു കൂടിയാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 100% ഞാൻ അതിൽ എത്തിയിരിക്കുന്ന വ്യക്തിയാണ്. അത് ഞാൻ മാത്രമല്ല, ഇന്ന് ഒരുപാട് ഫാമിലികളിലേക്ക് നല്ല വരുമാനം എത്തിച്ചു കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചിട്ടുണ്ട്. 2024 സ്റ്റാർട്ടിങ്ങിൽ ഇതേപോലെ ഞാനൊരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലുള്ള ഏകദേശം 10 പേർക്കെങ്കിലും നല്ല വരുമാനമുണ്ട്. അതിൽ നിങ്ങളുടെ എല്ലാ അപ്ലയൻസുമാരാണ്. ഒന്ന് ഭീമാ മേഡമാണ് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന. ഭീമാ മേഡത്തിൻ്റെ ഒരു അപ്ലൈൻ ഉണ്ട്, സുരേഷ് എൻ്റെ അശ്വിനി എന്ന് പറഞ്ഞിട്ട്. അവർ കാറിൻ്റെ ഫണ്ട് അടക്കം വാങ്ങിക്കുന്നവരാണ്, എഞ്ചിനീയറാണ്. വല്ലപ്പോഴും ബിസിനസ്സിൽ കാണുള്ളൂ, മീറ്റിങ്ങിൽ കാണുള്ളൂ. പക്ഷേ 40,000 45,000 രൂപ മാസം വരുമാനം ഉണ്ട് അവർക്ക്. മീറ്റിങ്ങിൽ വല്ലപ്പോഴും വരും, ഓഫീസിൽ ഇരുന്നു കൊണ്ട് ബിസിനസ് ചെയ്യും, എന്നിട്ട് 45,000 വരുമാനമുണ്ട്. അവർ 10 മാസമായിട്ട് 45,000 വാങ്ങിച്ചിട്ട് 4 ലക്ഷം രൂപ അക്കൗണ്ടിൽ കിടക്കണം. ഇന്നേ വരെ അതിൻ്റെ അകത്തുനിന്ന് പൈസ എടുത്തിട്ടില്ല അവർ. കാരണം 2 പേർക്കും ജോലിയുണ്ട്. അവരുടെ ഡൗൺലൈനാണ് ഭീമാ മേഡം. ഭീമാ മേഡം ഇതിൽ വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടും പ്രാരാബ്ദം പറഞ്ഞ് സാധനം വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഫാമിലിയാണ്. ഇന്ന് അവർ വളരെ ഹാപ്പിയാണ്, നല്ല വരുമാനമാണ്. ഒരു 6 മാസം കഴിയുമ്പം അവരുടെ വരുമാനം 1 ലക്ഷത്തിന് മേലെ പോകുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ ഭീമാ മേഡത്തിൻ്റെ കൂടെയുള്ള സുഷിത നിങ്ങൾക്ക് അറിയാം, അതിൽ ഷംന ടീച്ചർ നിങ്ങൾക്ക് അറിയാം. ഷംന ടീച്ചറൊക്കെ ഈ ഏപ്രിൽ മാസം വന്ന കേട്ടോ. ഈ സ്കൂൾ അടച്ച സമയത്ത്, കഴിഞ്ഞ സ്കൂൾ അവധി സമയത്താണ് ഷംന ടീച്ചർ ടീമിൽ വന്നത്. അത്രയേ ആയിട്ടുള്ളൂ, 7 മാസം ആയിട്ടുള്ളൂ. അവർ അടുത്ത ഏപ്രിൽ മാസം ആകുമ്പോൾ സ്കൂൾ ജോലി റിസൈൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആ ലെവലിലേക്ക് ഒരുപാട് ഫാമിലിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ആ ഫാമിലി എന്നും എന്നെ ഓർക്കുന്നുണ്ടോ. ഇന്ന് ഞാൻ 2025 സ്റ്റാർട്ടിങ്ങിൽ വീണ്ടും പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇതുപോലുള്ളൊരു 30 പേരെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 30 പേരിൽ കയറിയത് ഇത്രയും ആൾക്കാർ മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ ചുമന്ന പേരിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ പേര്. അതാണ് ഞാൻ നിങ്ങളുടെ പേര് പറയിപ്പിച്ചത് കേട്ടോ. നിങ്ങളുടെ പേര് അതുകൊണ്ടാണ് ഞാൻ പറയിപ്പിച്ചത്. ഇവിടെ ചുമന്ന പേന കൊണ്ട് ഞാൻ നിങ്ങളുടെ പേര് നോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് കയറിയ ആൾക്കാരെ 2 ആൾക്കാർ മാത്രം എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, കയറാൻ സാധിക്കില്ല, ഞാൻ പുറത്താണെന്ന് പറഞ്ഞിട്ട്. എന്നുവെച്ചാൽ അവരെ മറ്റുള്ളവരെ ഒഴിവാക്കലല്ല, സാഹചര്യങ്ങളാണ് ആൾക്കാർക്ക് വരാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ അതൊന്നും വിഷമമൊന്നുമല്ല. നിങ്ങൾ എടുക്കേണ്ട തീരുമാനം ഈ ബിസിനസ്സിലൂടെ ഒരു മിനിമം 25,000 രൂപ വരുമാനം നിങ്ങൾ ഈ 2025 തീരുന്നതിന് മുന്നേ എത്തണം. 25,000 രൂപ മിനിമം പറഞ്ഞിട്ടോ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ വാങ്ങിക്കാൻ കഴിവുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ട്. പല ആൾക്കാർക്കും അതിനേക്കാളും കഴിവുണ്ട്, 25,000-50,000 വാങ്ങിക്കാൻ സാധിക്കും. അതുകൊണ്ട് പറയുന്നത് നിങ്ങൾ 100% ഇതിനെ വിശ്വസിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം,
ഈ ബിസിനസ് നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എല്ലാ ഫങ്ഷൻസും അറ്റൻഡ് ചെയ്യാൻ വേണം. അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എനർജി കിട്ടുള്ളൂ. ഇത് ഒരു എനർജി ബേസ്ഡ് ബിസിനസ്സാണ്. അല്ല എങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കുന്ന ആരായിക്കോട്ടെ, നിങ്ങൾ സ്വന്തമായിട്ടൊരു കട ഓപ്പൺ ആക്കുന്ന നിങ്ങളുടെ ഏരിയയിൽ, നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു കട ഓപ്പൺ ആക്കുമ്പം, സ്വന്തമായിട്ടൊരു കട ഓപ്പൺ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി പാർലറോ ഒരു ടെക്സ്റ്റൈൽസിലോ എന്ന് തുണിക്കട തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ലക്ഷങ്ങൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും, അല്ലേ? നമ്മൾ ആരും നിങ്ങളെ നിർബന്ധിക്കേണ്ട ആ കടയിലേക്ക് വരാനോ കട ഓപ്പൺ ആക്കണോ. ഞങ്ങൾ ആരും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല. അല്ലെ, ഷൈനി മാഡത്തിനോടോ അല്ലെങ്കിൽ സോമേഷിയോടോ അഫീഫിയോടോ ഞാൻ പറയേണ്ട, അഫീഫ നിങ്ങൾ കട തുടങ്ങിയതല്ലേ, അവിടെ പോയി രാവിലെ പോയി ഇരിക്കൂ, കച്ചവടം ചെയ്യുന്നു. നമ്മൾ ആരും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ലക്ഷങ്ങൾ അവിടെ മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കറിയാം, രാവിലെ വീട്ടിൽ മക്കൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി അവിടെ ടേബിളിലാക്കി വെച്ച് നിങ്ങൾ കടയിൽ പോയിരുന്നിട്ട് വൈകുന്നേരം വരെ അവിടെ ഇരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ കച്ചവടം ഉണ്ടെങ്കിൽ രാത്രി വരെ ഇരിക്കുകയും ചെയ്യും. അതിനുള്ള സംവിധാനങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കാറുണ്ടാവും. കാരണം പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറയുന്ന സമയത്തും അല്ലെങ്കിൽ ഇതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറയുന്ന സമയത്തും നമ്മൾ തിരക്കാണ്, ബിസിയാണ്, കല്യാണമുണ്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കേസ് ഉണ്ട്, പല പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ നിങ്ങൾ ഒന്നും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്തതുകൊണ്ട്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നിങ്ങളുടെ കുറച്ച് സമയമാണ്. അരമണിക്കൂർ, ഒരു മണിക്കൂർ സമയം നിങ്ങളുടെ പാഴാക്കി കളയുന്ന സമയം ശേഖരിച്ച് വെച്ച് ഇവിടെ കൊടുക്കാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വേസ്റ്റാക്കി കളയുന്ന സോഷ്യൽ മീഡിയ ഇന്നത്തെ കാലഘട്ടത്തിൽ ടി വി കണ്ടുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഒരു മനുഷ്യനും ടി വി കണ്ടുകൊണ്ടോ പത്രം വായിച്ചുകൊണ്ടോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു ബുദ്ധിയും വരാൻ പോകുന്നില്ല, ഒരു ജനറൽ നോളജ് കിട്ടാൻ പോകുന്നില്ല. ഇന്നത്തെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മാധ്യമങ്ങളാണ്. അതുകൊണ്ട് ആ സമയം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും, ഇവിടെ കൊണ്ടുവരാൻ പറ്റും. 3 വർഷമായി ഞാൻ ടി വി കാണാറില്ല. എൻ്റെ ടി വി പോയി, 3 വർഷം ഉപയോഗിക്കാൻ എൻ്റെ ടി വി പോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾ വേസ്റ്റാക്കി കളയുന്ന സമയം, വെറുതെ അപ്പുറം ഇപ്പുറം ഇരുന്ന് വർത്തമാനം പറഞ്ഞിരുന്ന സമയം ഇതിൽ കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ മറ്റുള്ളവരെ റീൽസ് കണ്ടിട്ട് അതിന് ലൈക്ക് അടിക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് വെസ്റ്റീജിൻ്റെ യൂട്യൂബ് ചാനലിൽ പോയി വെസ്റ്റീജിനെ കുറിച്ച് പഠിക്കാനും പ്രൊഡക്റ്റിനെ കുറിച്ച് നോളജ് ഉണ്ടാക്കാനും നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഗ്രൂപ്പിലേക്ക് വരുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി പഠിക്കാനും നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നല്ല രീതിയിൽ 1 വർഷം കൊണ്ട് തന്നെ നിങ്ങളുടെ വരുമാനം 1 ലക്ഷം രൂപ എത്തിക്കാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ആ 1 ലക്ഷം രൂപ എല്ലാവർക്കും സാധിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ സാധിക്കും. ഇതിനകത്ത് സാധ്യത ഇല്ലാത്തതുണ്ട്, അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ പല ആൾക്കാർ, പല കാറ്റഗറി ആൾക്കാരായിരിക്കും. വളരെ ബുദ്ധിമുട്ടുന്ന ഫാമിലി ഉണ്ടാവും, സാമ്പത്തികപരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് സാധനം വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അല്ല, നല്ല രീതിയിൽ പൈസയുള്ള ആൾക്കാരുണ്ടാവും, അത്യാവശ്യം കാര്യങ്ങളൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസയുള്ള ആൾക്കാരുണ്ടാവും. 2-3 കാറ്റഗറി ആൾക്കാർ ഇതിനകത്തുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഏത് കാറ്റഗറി ആയാലും വിഷയമല്ല. ഏത് സാധാരണക്കാരനായാലും പ്രാരാബ്ദമുള്ള ആൾക്കാരായാലും കുളിക്കാതെ, പല്ല് തേക്കാതെ, പാത്രം കഴുകാതെ, തുണി കഴുകാതെ ഇരിക്കൂല, അല്ലേ? പല്ല് തേക്കാതെ കുളിക്കാതിരിക്കൂല, പാത്രം കഴുകാതെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല, തുണിയും കഴുകാതിരിക്കില്ല. ബാക്കി എല്ലാ കാര്യം പോട്ടെ നിൽക്കാം. ഇവിടെ അതെല്ലാം സാധനം നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണ്. നിങ്ങൾ പുറത്ത് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. അത് ഇതിൻ്റെ അകത്തേക്ക് വാങ്ങിക്കാനുള്ള തീരുമാനം നിങ്ങൾ ആദ്യം എടുക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് ചിലപ്പോൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല. എല്ലാവരും ചിലപ്പോൾ സമ്മതിച്ചെന്ന് വരില്ല. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ, നമ്മുടെ വാക്ക് കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷനായി തോന്നുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും മിക്ക ആൾക്കാർ. മോട്ടിവേഷൻ രാവിലെ ഉറങ്ങി എണീക്കുമ്പോൾ മോട്ടിവേഷൻ തീരും. ആരും ലെഫ്റ്റ് ആവല്ല കേട്ടോ. ഒരാൾ പോയി ലെഫ്റ്റ് ആവാതിരിക്കുക. 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മാറ്റി വെച്ചത്. ഞാൻ രാവിലെ 4 മണിക്ക് തുടങ്ങിയ സെഷനാണ്. എനിക്ക് 1 മണിക്കൂർ കൂടി ഇന്ന് റെസ്റ്റ് ഉണ്ടായിട്ടില്ല. ഈ 1 മണിക്കൂർ എൻ്റെ റെസ്റ്റ് ടൈമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കൊണ്ട് മാറ്റി വെച്ചതാണ്, പുതിയ ആൾക്കാരെ കൊണ്ട് മാറ്റി വെച്ചതാണ്. അതുകൊണ്ട് ആരും ലെഫ്റ്റ് ആവരുത്. ഞാൻ പെട്ടെന്ന് തീർക്കും. കാരണം ഞാൻ 100% നെഞ്ചത്ത് കൈവച്ച് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വരുമാനം വാങ്ങിച്ചു തരാൻ കപ്പാസിറ്റിയുള്ള ലീഡറാണ് ഞാൻ. എത്ര മണിക്കൂർ വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് പറഞ്ഞ്, നിങ്ങൾ ഒരു കാരണവശാലും എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ ഒരു വ്യക്തി പോലും ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഈ ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ കിറ്റ് ചെയ്യാതിരിക്കുക. അതാണ് എൻ്റെ ആദ്യത്തെ റിക്വസ്റ്റ്. നിങ്ങൾ ചിലപ്പോൾ പരമാവധി ആൾക്കാരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ ശ്രമിക്കുന്ന ആൾ കിട്ടാതെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരാളോട് പറയും, നിങ്ങളുടെ ബന്ധത്തിൽ ആളായിരിക്കും, ചങ്ങായിമാരായിരിക്കും, അവരുടെ റിപ്ലൈക്ക് കൊണ്ട് കാത്തിരിക്കാതിരിക്കുക. ഇതിലെനിക്കൊന്ന് പല ആൾക്കാർ 2 മണിയുടെ പ്ലാനിൽ കയറാറുണ്ട്. അവർ കയറുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്, എനിക്കറിയില്ല. അവരൊക്കെ സീരിയസ് ആയിട്ട് തീരുമാനം എടുത്തിട്ടാണ് മീറ്റിംഗ് ഇറങ്ങിപ്പോക്ക്. പിന്നെ എന്താണ് ജോയിൻ ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് അറിയാറുമില്ല. പല ആൾക്കാരും സീരിയസ് ആയി വരാറുണ്ട്, നല്ല സ്ട്രോങ് ആൾക്കാർ വരാറുണ്ട്. ഒരു ഐഡിയ എടുക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആൾക്കാരെ ഡെയിലി ഇൻവൈറ്റ് ചെയ്യുക. 2 മണിക്കും 5 മണിക്കും 7 മണിക്കും റെഗുലറാണ്. ഞായറാഴ്ച ദിവസം ഉണ്ടാവില്ല 5 മണിക്കും 7 മണിക്കും. ബാക്കി എല്ലാ ദിവസവും 5 മണിക്കും 7 മണിക്കും 2 മണിക്കും ഉണ്ട്. ശനിയും ഞായറും ദിവസം 9 മണിക്കും ഉണ്ടാവും. ഈ ഒരു 3-4 പ്ലാനിൽ നിങ്ങളെ പരിശ്രമം കംപ്ലീറ്റ്, ഇന്നത്തെ പ്ലാനിൽ ഒരാളെങ്കിലും ഞാൻ കൊണ്ടുവന്നിരിക്കും എന്നൊരു ഒരൊറ്റ വാശിയോടെ തീരുമാനം എടുക്കുക. അതിൽ നിങ്ങളൊരു 10-20 പേരോട് പറയുമ്പോഴായിരിക്കും ഒരാൾ കയറുന്നുണ്ടാവുക. അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കണം. പല ആൾക്കാരും ഒരാളോട് പറയും, അയാൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1 മാസത്തേക്കൊന്നും ചെയ്യില്ല. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് അധികാരം ചെയ്യണ്ട, 3 മാസം ചെയ്താൽ മതി.
അപ്പോഴേക്ക് നിങ്ങൾ ടീം ആയിട്ടുണ്ടാവും. പക്ഷേ ഇത് കണ്ടിന്യൂ ചെയ്യണം 90 ദിവസം. നിങ്ങൾ എഴുതി വെച്ചോ, നമ്മളിരിക്കുന്നത് ജനുവരി 11-ാം തീയതിയാണ്. ഫെബ്രുവരി 11, മാർച്ച് 11, ഏപ്രിൽ 11 വരെ 90 ദിവസം നിങ്ങൾ കണ്ടിന്യൂ. ഇതിൽ എനിക്കൊന്ന് അഫീഫയൊക്കെ വളരെ സ്പീഡായിട്ട് വർക്ക് ചെയ്യണം. ഞാൻ കഴിഞ്ഞ മാസം അഫീഫയായിട്ട് ഒന്ന് ഇരുന്ന സമയത്ത് 55 പേരോടെ ജോയിനിങ് ആക്കാൻ 45 പേര് ജോയിനിങ് ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിലെ അവർ പർച്ചേസിംഗിൽ എത്തുവാണെങ്കിൽ ഫാസ്റ്റായിട്ട് ഡയറക്ടറായി മാറാൻ സാധിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരത് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ബിസി ആയതുകൊണ്ട് ആ ഉദ്ദേശിച്ച ലെവലിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ മാസം അത് സാധിക്കും, വേണമെങ്കിൽ തീരുമാനമെടുത്താൽ. അതേപോലെ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യാൻ തയ്യാറാവണം. ആൾക്കാർ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അവരെ ജോയിനിങ് ആക്കി തരാൻ ഞാൻ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു തരാം. അതിനെ ജോയിനിങ് ആവുന്നുണ്ടാവും. ഒരാൾ നിങ്ങളോടൊപ്പം ഇത് പ്ലാൻ കേൾക്കാൻ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഫോളോ അപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ അവരിങ്ങോട്ട് വിളിക്കുന്ന വെച്ച് കാത്തിരിക്കരുത് കേട്ടോ. ഒരിക്കലും ഇങ്ങോട്ട് വിളിക്കില്ല. അവരങ്ങോട്ട് വിളിക്കുക, അവരോട് പറയേണ്ടത് നിങ്ങൾക്ക് കേട്ടിട്ട് എന്താണെന്ന് തോന്നിയത് 1-2 പ്രാവശ്യം കൂടെ കണ്ടിന്യൂ കേൾക്കുക, എന്നിട്ടൊരു തീരുമാനം എടുത്താൽ മതി. അപ്പം തന്നെ വിളിച്ച് ഐഡിയ എടുപ്പിക്കാനോ സാധനം വാങ്ങിപ്പിക്കാനോ പറയരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ ആരും ചെയ്യില്ല. അവരെത്രയും പെട്ടെന്ന് നമ്മൾ അടുത്ത മീറ്റിങ്ങിലേക്ക് 1-2 മീറ്റിംഗ് അവരോട് പറയാം. നിങ്ങൾ 2-3 പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻറ്റ് വരും. അതിനുശേഷം ഒരു തീരുമാനം എടുത്താൽ മതി. വേണമെങ്കിൽ ചെയ്താൽ മതി, പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന ബിസിനസ് ആണെന്നുള്ള കോൺഫിഡൻറ്റ് അവർക്ക് കൊടുക്കുക. അവരെ നമ്മൾ അടുത്ത മീറ്റിങ്ങിലേക്ക് എത്തിക്കുക. അവർ മീറ്റിങ്ങിൽ കയറുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളും കൂടി അറിയാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇത് പല ആൾക്കാരും ഇതൊന്നും അറിയുന്നില്ല. ആൾക്കാർ വരുന്നത് പോകുന്ന അറിയാതെ വരുന്ന അവസ്ഥയുണ്ട്. അതിന് റിസൾട്ട് കുറയാൻ സാധ്യതയുണ്ട്. ഇതാണ് നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നെ ഒരു കാര്യം ചെയ്യേണ്ടത്, നമ്മൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ് 100% വാങ്ങിക്കുക. അത് എങ്ങനെ വാങ്ങിക്കുക എന്നുള്ളത്, ഇപ്പം ഒരു 60 PVക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ മിനിമം 60 PV എല്ലാ മാസം വാങ്ങിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം എന്താണെന്നുള്ള 4 മാസം വാങ്ങിച്ചാൽ 1250 രൂപയുടെ പ്രൊഡക്റ്റ് കമ്പനി സെലക്ട് ചെയ്ത പ്രൊഡക്റ്റ് തരും. നിങ്ങൾ 100 PV ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. 100 PV ഒരു 3000 രൂപക്കുള്ള സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുവാണെങ്കിൽ, അതിനു വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ, ഒരു 100 PV 4 മാസം കണ്ടിന്യൂ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റ് അതിൻ്റെ അകത്തുണ്ട്. നിങ്ങളോടൊപ്പം വരുന്ന ആൾക്കാരും ഇത് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വരുമാനം 10,000-15,000 കടക്കുന്നുണ്ടാവും. അത് മാത്രം ചെയ്താൽ മതി. വരുന്ന ആൾക്കാർ എന്ത് നിങ്ങൾ ചെയ്യണം, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതേ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങൾ ഒരു മാസം സമയമുണ്ട്, നമുക്ക് 30 ദിവസം സമയമുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, ഒരാഴ്ചയേ ഉള്ളൂ. നിങ്ങൾ എത്രയും പെട്ടെന്ന് ID ആക്ടിവേഷൻ ചെയ്യാത്ത ആൾക്കാർ, പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ആൾക്കാർ, ഇതിൽ എത്ര ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങിക്കാത്ത ആൾക്കാരുണ്ട്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യോ. വാങ്ങിച്ചിട്ടില്ല എങ്കിൽ നോ ടൈപ്പ് ചെയ്തു, വാങ്ങിച്ചെങ്കിൽ എസ് ടൈപ്പ് ചെയ്യാം. ഓക്കെ, പ്രൊഡക്റ്റ് വാങ്ങിക്കാത്ത ആൾക്കാർ നോ ടൈപ്പ് ചെയ്യൂ, പ്രൊഡക്റ്റ് വാങ്ങിച്ച ആൾക്കാർ എസ് ടൈപ്പ് ചെയ്യുക. വാങ്ങിക്കാത്ത ആൾക്കാർ എത്രയും പെട്ടെന്ന് ID ആക്റ്റീവ് ആക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം, എന്തെങ്കിലും മറ്റൊരു സോപ്പ് വാങ്ങിക്കാൻ നിൽക്കണ്ട, അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പറ്റുവാണെങ്കിൽ, നിങ്ങൾക്ക് സാധിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഒരു മിനിമം 60 PV അല്ല എങ്കിൽ 100 PV അങ്ങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഫസ്റ്റിലത്തെ മാസം. അതെന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ വാങ്ങിക്കുന്ന സോപ്പാണോ പേസ്റ്റാണോ ചായപ്പൊടിയാണോ എന്തെങ്കിലും 1-2 വാങ്ങിക്കാൻ ശ്രമിക്കുക. 2 എക്സ്ട്രാ വാങ്ങിച്ചിട്ട് ആ ഒരു മാസം കൊണ്ട് ആ എക്സ്ട്രാ വാങ്ങിച്ച സാധനം ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ നോക്കുക. നിങ്ങളുടെ അയൽവക്കത്തുള്ള ചേച്ചിക്കോ ചേട്ടനോ ബന്ധത്തിൽ ആർക്കെങ്കിലും നല്ല ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവർ നാളെ മുതൽ നിങ്ങളെ കസ്റ്റമർ ആയിട്ടുണ്ടാവും. എല്ലാവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു 2, 3, 4, 5 കസ്റ്റമർ, 10 കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു പേസ്റ്റും ഒരു സോപ്പ് വാങ്ങിക്കുന്ന കസ്റ്റമർ, അല്ലെങ്കിൽ ഒരു ഷാമ്പൂ ഒരു ഹെയർ ഓയിൽ വാങ്ങിക്കുന്ന കസ്റ്റമർ, അല്ലെങ്കിൽ ഒരു ചായപ്പൊടി വാങ്ങിക്കുന്ന കസ്റ്റമർ, അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ വാങ്ങിക്കുന്ന കസ്റ്റമർ, അല്ലെങ്കിൽ ഷുഗറുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് നീമും അതുപോലെ ഗ്ലൂക്കോ ഹെൽത്തും കൊടുക്കാൻ പറ്റുന്നത്, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് ഫ്ലാക്സ് ഓയിലും തവിടെണ്ണയും കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ അവർ ആരോഗ്യം നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും. ഒരു 10 കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. ഈ ഒരു മാസത്തിലല്ല കേട്ടോ, ഇന്നത്തേക്ക് ഈ മാസത്തേക്കല്ല. നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ടത് എൻ്റെ ലക്ഷ്യം 10 കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് ഈ മാസം നിങ്ങൾ പറ്റുമെങ്കിൽ 1-2 കസ്റ്റമർ, അടുത്ത മാസം ഒരു കസ്റ്റമർ പുതിയത്, അങ്ങനെ സമാധാനത്തിൽ ചിന്തിച്ചുകൊണ്ട് ഒരു 6 മാസം കൊണ്ട് 10 കസ്റ്റമറെ കണ്ടെത്തി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു 100 രൂപയുടെ സാധനം, ഒരു 500 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന 10 കസ്റ്റമറെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കാം. പ്രൊഡക്റ്റ് വിൽപ്പനയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് കംപ്ലീറ്റ് സാധനം ഫ്രീ വാങ്ങിക്കാനൊരു അവസരം അവിടെ കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെ കുറച്ച് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാനും ആദ്യം നിങ്ങളുടെ വീട്ടിലേക്ക് പൈസ കൊടുത്ത് തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങളെല്ലാവരും വീട്ടിൽ വാങ്ങിച്ച് ഉപയോഗിക്കുന്നതോടൊപ്പം വാങ്ങിക്കുന്ന സാധനം 1 എക്സ്ട്രാ വാങ്ങിക്കുക, 1-2 എക്സ്ട്രാ വാങ്ങിച്ച് അത് കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അടുത്ത മാസം അതേപോലെ ആദ്യത്തെ ആഴ്ച തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കാൻ അവരുടെ സാധനം വേണ്ടി വരും. അവരുടെ ഓർഡർ ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിലേക്ക് ഓർഡർ ഉണ്ടാവും. ഒരു 100 PV നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? 100 എന്നുള്ളത് കുറച്ച് അങ്ങോട്ട് ആദ്യം 100 ചെയ്യുക, കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ 160ലേക്ക് പോവുക. 60 ഉണ്ടാകുന്ന വെച്ചാൽ രണ്ടാമത്തെ കൺസിസ്റ്റൻസി 60 PVയുടെ കൺസിസ്റ്റൻസി കിട്ടും. പതുക്കെ അത് 200ലേക്ക് പോകാൻ സാധിക്കും. ഒരു വർഷം കൊണ്ട്
നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു 200 പോയിന്റ് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളായി മാറാൻ ശ്രമിച്ചാൽ മതി എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്? ആയിട്ടില്ലേ പ്രശ്നമില്ലാന്ന് കേട്ടോ. ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ശ്രമിക്കുക എന്നുള്ള ഒറ്റ കാര്യം നമ്മൾ ചെയ്യാം. 100 PV നിന്നും 200ലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇനി 100 വാങ്ങിക്കാൻ പറ്റാത്ത ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. എന്നെ കൊണ്ട് പറ്റില്ല, അതുകൊണ്ട് ഈ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ. 60 PV ചെയ്തോ കുഴപ്പമില്ല, 60 PV ചെയ്യാൻ പറ്റും, 1250 പൊളിച്ച് ഫ്രീ കിട്ടും. പക്ഷേ 100 എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ പറയുന്നത്, അതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ 60 ഇല്ലെങ്കിൽ 100 ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ 60, ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ 100. ഇപ്പം വാങ്ങിച്ച ആൾക്കാർ ആ രീതിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ആ രീതിക്ക് വാങ്ങിച്ചതിൻ്റെ കൂടെ ഇനി ഈ ഒരു മാസം 20 ദിവസം സമയമുണ്ട്. എന്തെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കണം, 100 ആക്കാൻ പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആക്കുക, 100ലേക്ക് പോവുക, 100 PVയുടെ ആളായി മാറാൻ ശ്രമിക്കുക. നിങ്ങളോടൊപ്പം കൺസിസ്റ്റൻസി ചെയ്യാൻ പറ്റും, നിങ്ങളോടൊപ്പം അസോസിയേഷൻ ചെയ്യുന്ന ആൾക്കാരും ഇത് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെ അവരും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, കുറച്ച് കഴിയുമ്പം നിങ്ങളുടെ PV ഇതിൽ ഈ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാരെ, ആ ഒരു 30 പേരുള്ള ആ ഓർഗനൈസേഷൻ്റെ 30 പേരുള്ള ആ ഗ്രൂപ്പിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ അഫീഫയാണ് ആ ഗ്രൂപ്പിലെ ആദ്യത്തെ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആയ ആൾ. ഇന്നലെ ഞാൻ പോസ്റ്റ് ഇട്ടു 8% എന്ന ലെവലിൽ 8% ആയിക്കഴിഞ്ഞ് ഇതിനകത്ത് ആദ്യത്തെ ചെറിയൊരു സ്റ്റെപ്പാണ് 8%. ഓക്കെ, അത് ആദ്യം ആവാൻ ശ്രമിക്കുക. ഇതിലുള്ള എല്ലാ ആൾക്കാരും അതാവാൻ ശ്രമിക്കുക. അതിന് വേണ്ടുന്ന കാര്യം 300 പോയിന്റ് മതി. PV 300 ആവുക എന്നുള്ളത്. ആവാൻ സാധിക്കാത്ത ആൾക്കാർ വിഷമിക്കരുത്, അടുത്ത മാസം ആവാൻ നോ പ്രോബ്ലം. ഓക്കെ, നിങ്ങളുടെ പോയിന്റും നിങ്ങൾ സ്വന്തമായി പർച്ചേസ് ചെയ്യുന്ന പോയിന്റും നിങ്ങളോടൊപ്പം പുതുതായി ജോയിൻ ചെയ്യുന്ന ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന പോയിന്റും കൂടി ചേർത്തിട്ട് ഒരു 300 പോയിന്റ് ഈ മാസം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആവും. നിങ്ങൾക്ക് ചെറിയൊരു ക്യാഷ് ബാക്കും ഒരു 750ൻ്റെ വൗച്ചറും കിട്ടും. അത് നിങ്ങൾ ആദ്യത്തെ വരുമ്പോൾ, ഇന്ന് എനിക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സാറേ എൻ്റെ ആദ്യത്തെ ശമ്പളം, ഞാൻ ഇത്രയും നന്നായി പഠിച്ചിട്ട് ഇത്രയും കാലമായിട്ട് എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല, ആദ്യത്തെ ശമ്പളം എനിക്ക് 444 രൂപ കിട്ടി, എൻ്റെ ആദ്യത്തെ ശമ്പളം അക്കൗണ്ടിലേക്ക് പോകുന്നു വെച്ച് സന്തോഷത്തോടെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കണ്ണു നിറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചത്, കരഞ്ഞുകൊണ്ട്. ഇത്രയും വർഷമായിട്ട് ഞാൻ ഇത്രയും പഠിച്ചിട്ട് വീട്ടമ്മയെ എൻ്റെ മക്കളെ കല്യാണം കഴിക്കാനായി ഇതുവരെ എനിക്ക് 1 രൂപ ശമ്പളം കിട്ടിയില്ലെന്ന് പറഞ്ഞു. അവർ ആദ്യത്തെ ശമ്പളം ഈ പ്രായത്തിലാണ് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എല്ലാ മാസവും 10-ാം തീയതി നിങ്ങൾക്ക് അക്കൗണ്ടിൽ പൈസ വരും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ സെൽഫ് പർച്ചേസിങ്ങും കുറച്ച് കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യുന്നവർ അവരെ പർച്ചേസിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഉപയോഗിക്കുക പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക, അറിവുണ്ടാക്കി ശ്രമിക്കുക. ഒരാളെ കൊണ്ടും അറിയാതെ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് അറിയാതെ ഒരാളെ കൊണ്ടും, ഇതിനകത്ത് മരുന്നുകളൊന്നുമില്ല, സപ്ലിമെന്റ് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. കസ്റ്റമറെ കൊണ്ട് നിർബന്ധിച്ചല്ല, അവരെ ഇതിൻ്റെ ക്വാളിറ്റി, നിങ്ങൾ ഉപയോഗിച്ച് കിട്ടുന്ന എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യണം, സന്തോഷം ഷെയർ ചെയ്യണം കേട്ടോ. ഉപയോഗിക്കാതെ ആളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കാൻ ശ്രമിക്കരുത് ദയവ് ചെയ്തിട്ട്. നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ മറ്റുള്ളവർ പറയാൻ പാടുള്ളൂ. ഇനി അത്രക്കും ബുദ്ധിമുട്ട്, സാധനം വാങ്ങിക്കാൻ പൈസ ഇല്ല, അത്രക്കും കഷ്ടപ്പാടാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളെ ഏറ്റവും നല്ല ചങ്ക് ഫ്രണ്ട്സിനെ, അല്ലെങ്കിൽ ഏറ്റവും നല്ല ബന്ധത്തിലുള്ള, നിങ്ങളെ സഹായിക്കണം, നിങ്ങൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബന്ധക്കാർ നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അല്ലേ, നിങ്ങൾക്കറിയാം, ഒരുപാട് ബന്ധക്കാർ നിങ്ങൾക്ക് ഉണ്ടാവും, ഒരുപാട് ചങ്ങായിമാരുണ്ടാവും. അവർ നിങ്ങൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും ഈ സമയത്താണ്. നിങ്ങൾ അവരോട് പറയണം, ഞാനൊരു ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നുണ്ട്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ഇനി മുതൽ പല്ല് തേക്കുന്ന പേസ്റ്റും സോപ്പും എൻ്റെ നിന്ന് വാങ്ങിക്കണം. അപ്പോൾ അവരെന്താ പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. 67 രൂപ പേസ്റ്റിനുള്ളൂ, 50 രൂപ സോപ്പിനുള്ളൂ. ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പൈസ തിരിച്ചു തന്നേക്കാം, എനിക്ക് തിരിച്ചു തന്നേക്കും, പ്രൊഡക്റ്റിന് കളഞ്ഞേക്ക് കുഴപ്പമില്ല, റീഫണ്ട് തരാൻ തയ്യാറാണ്. ഒരു പ്രാവശ്യം അവരത് ഉപയോഗിക്കുവാണെങ്കിൽ, നിങ്ങളെ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അത് ഉപയോഗിക്കും അല്ലേ. ഒരു ചങ്ക് ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ, ചങ്ക് റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ ഒരു 50 രൂപയുടെ സോപ്പും 67 പേസ്റ്റും വാങ്ങിക്കാൻ നമ്മളോടൊപ്പം സഹായിക്കും ആൾക്കാർ. അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുള്ള ഫാമിലി ആണെങ്കിൽ, തലയിൽ താരനും പേനുള്ള ഫാമിലി നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഒരു ഹെയർ ഓയിലും ഷാമ്പും കൊടുത്ത് അവർക്ക് റിസൾട്ട് ആയിരിക്കും. അങ്ങനെയുള്ള നിങ്ങളുടെ ചങ്കായ ഫ്രണ്ട്സിന്, ബിസിനസ്സിൽ എന്തെങ്കിലും ചങ്ക് ഫ്രണ്ട്സ് വരില്ല, പേടിക്കേണ്ട, വരില്ല, ഒരിക്കലും വരില്ല. നിങ്ങളെ പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്താനും കളിയാക്കാനും മാത്രമേ ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ ബന്ധക്കാരുണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് യൂസ് ചെയ്യുക. ഇതിലേക്ക് ആൾക്കാർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം, റെഗുലറായിട്ട് നമ്മളൊരു പേഴ്സണൽ PV ചെയ്യാൻ ശ്രമിക്കണം. മിനിമം 60, അതും ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർ 40 PV എങ്കിലും ചെയ്യാൻ നോക്കും. ഒരു 1200 രൂപ കൂടെ പ്രൊഡക്റ്റെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ച് നാളെ മുതൽ എല്ലാവരും അത് ചെയ്യാനല്ല പറഞ്ഞ്, അത് നിങ്ങളുടെ ബിസിനസ് കുറച്ച് സ്പീഡ് കുറയും. ഓക്കെ, ഞാനതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം ഹബീബിയാണ് ഇപ്പോൾ വീഡിയോ ഓണാക്കിയിരുന്നത്, അപ്പോൾ ഹബീബിനെ വിളിക്കാം. ഈ വീഡിയോ കാണുന്ന ഹബീബ് തന്നെയാണോ അല്ലെ ഹബീബിൻ്റെ മോളാണല്ലേ? ഓക്കെ, ഇപ്പോൾ ഹബീബാണ് മലപ്പുറത്ത്, കോഴിക്കോട്. നിങ്ങൾ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്. 3 പ്ലാറ്റ്ഫോമിൽ, പ്ലാറ്റ്ഫോം നമ്പർ 1, പ്ലാറ്റ്ഫോം നമ്പർ 2, പ്ലാറ്റ്ഫോം നമ്പർ 3, 3 പ്ലാറ്റ്ഫോമിൽ 3 ട്രെയിൻ ഇരിക്കുകയാണ്. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് ലോക്കൽ ട്രെയിനാണ്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നിർത്തും. വലിയ വലിയ ട്രെയിൻ വരുമ്പോൾ സൈഡിൽ മാറി കൊടുക്കണം, അങ്ങനത്തെ ട്രെയിനാണ്. അത് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ട് ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണ്. അത് മെയിൻ ടൗണിൽ മാത്രമേ നിർത്തുള്ളൂ. അതിൻ്റെ അപ്പുറത്തെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഉണ്ട്, വന്ദേ ഭാരതാണ്. അത് 3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് എത്തും. മറ്റേ എക്സ്പ്രസ് ആണെങ്കിൽ
6 മണിക്കൂർ എടുക്കും തിരുവനന്തപുരത്ത് എത്താൻ. ഒരു ലോക്കൽ ട്രെയിൻ ഉണ്ട്, രാവിലെ ഇറങ്ങിയാൽ രാത്രി അവിടെ എത്തുള്ളൂ. തിരുവനന്തപുരത്തേക്ക് പോകാനാണ് നിങ്ങൾ എല്ലാവരും പോകുന്നല്ലേ? ഏത് ട്രെയിനാണ് നിങ്ങൾ പിടിക്കുക? ഹബീബ് ഏതാ ട്രെയിൻ പിടിക്കുക? തിരുവനന്തപുരം. തിരുവനന്തപുരം പോകുന്ന വന്ദേ ഭാരതിലെ പിടിക്കുള്ളൂ. 3 മണിക്കൂറിന് തിരുവനന്തപുരം എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ വന്ദേ ഭാരതിലല്ലേ കയറാൻ? അതേപോലെ തന്നെയാണ് ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ലക്ഷ്യമിരിക്കുന്നത് 3 മണിക്കൂർ പോകുന്ന വന്ദേ ഭാരതാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് അതിന്റെ ഡ്രൈവർ. ബാക്കി കുറെ വണ്ടി അവിടെ ഉണ്ട്. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് വന്ദേ ഭാരത് കയറി ഇരിക്കുക എന്നുള്ളതാണ്. ഫാസ്റ്റായ ട്രെയിനിൽ കയറി ഇരിക്കുക. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒരു 100 PV ആളായി മാറാൻ ശ്രമിക്കണം. ലോക്കൽ ട്രെയിൻ ഉണ്ട്, 40 PV ചെയ്യാൻ പറ്റുന്ന 1250 രൂപയുടെ സാധനം വാങ്ങിച്ച് പോകുന്ന ലോക്കൽ ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പക്ഷെ അതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഫാസ്റ്റായിട്ട് ഈ ബിസിനസ് വിജയിക്കാൻ ശ്രമിക്കണം. 1 വർഷം കൊണ്ട് 1 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ ഇതിൽ ഒരാളെങ്കിലും ഞാൻ എത്തിച്ചേരും. 100% ഞാൻ പറയാണ്. ആരാണ് ഇതിൽ റെഡി ആയിട്ടുള്ളത്? ഒരാളെങ്കിലും 1 ലക്ഷം രൂപ ഈ വർഷം 2025 ഡിസംബർ ഞാൻ എത്തിച്ചേരാൻ റെഡിയാണ്. പല ആൾക്കാർക്ക് 80,000 രൂപ എത്തിച്ചേരാൻ ഞാൻ റെഡിയാണ്. പല ആൾക്കാർക്ക് 50,000 രൂപ എത്തിച്ചേരാൻ റെഡിയാണ്. 25,000 അതിൽ കുറഞ്ഞ ഒരാളും വേണ്ട എനിക്ക്. റെഡിയാണോ? 1 ലക്ഷം രൂപ ഹബീബിന്റെ മോള് റെഡിയാണ്. കണ്ട കൈ പൊട്ടിച്ചിട്ടുണ്ട്. ആരാണ് മോളല്ലേ? അനിയത്തിയ? മോളാണ് മോളെ. എന്നിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ആരതി റെഡിയാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ന് നിങ്ങൾ എത്ര പഠിച്ച്, ഇതിൽ പല ആൾക്കാരും ലേഡീസാണ്, എല്ലാം ലേഡീസാണ്. നിങ്ങൾ എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവും, ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഒരു വരുമാനം സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ ആയത് അല്ലേ? കുട്ടികളായ സമയത്ത് ജോലിക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജോലിക്ക് വിടാതെ ആൾക്കാരുണ്ടാവും, ജോലി കിട്ടാത്ത ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ സ്വന്തമായിട്ട് വീട്ടിലിരുന്നു കൊണ്ട് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടോ അല്ലേ? ഇന്ന് നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ഫ്രണ്ട്സ്, ജോലിക്ക് പോകുന്ന ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്കൂ എത്ര ശമ്പളം ചോദിച്ചു നോക്കൂ. ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയോട് ചോദിച്ചു നോക്കൂ എത്ര മോളെ ശമ്പളം ചോദിച്ചു നോക്കൂ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന 8,000 രൂപ കിട്ടും. ഞായറാഴ്ച കല്യാണം വന്നാൽ പോലും ലീവ് കിട്ടില്ല അല്ലേ? കുടുംബത്തിലൊരു കല്യാണം വന്നാൽ മുന്നേ പറഞ്ഞു നോക്കേണ്ട ആവശ്യം ഉണ്ടാവും. തുണിക്കടയിലേക്ക് ജോലി ചെയ്യുന്ന ആൾക്ക് ആകെ ഒരു ലീവേ ഉണ്ടാവും മാസത്തിൽ. ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥ അങ്ങനെയാണ്. ഒരു സ്ഥാപനത്തിൽ, കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഞായറാഴ്ച ലീവ് ഉണ്ടാവും. പക്ഷെ എന്നാലും ശമ്പളം തുച്ഛമാണ്. 50,000 രൂപ 1 ലക്ഷം രൂപയും ശമ്പളം കിട്ടില്ല. സ്കൂൾ അധ്യാപികയായി പഠിച്ചു കഴിഞ്ഞാൽ പോലും 40 ലക്ഷം കൊടുത്താലാണ് ടീച്ചറായി കിട്ടുള്ളൂ. ഗവൺമെൻറ് സ്കൂളിൽ ജോലി വേണമെങ്കിൽ 40 ലക്ഷം കൊടുക്കണം. അത് 1 വർഷം ശമ്പളം ഇല്ലാതെ പണിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നിങ്ങൾ ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ആക്കണ്ട. നിങ്ങളുടെ റൂമിലെ, നിങ്ങളുടെ ബാത്റൂമിലെ കുളിക്കുന്ന സോപ്പൊന്ന് മാറ്റിയാൽ മതി. വലിയ പേസ്റ്റ് എടുത്തൊന്ന് മാറ്റി വെക്കുക. കോൾഗേറ്റ് തീരാൻ വേണ്ടി കാത്തിരിക്കരുത് ദയവ് ചെയ്തിട്ട്. കോൾഗേറ്റ് തീർന്നിട്ടില്ലെങ്കിൽ നല്ല ഭംഗിയായി അടപ്പിടെ എടുത്ത് കളയാം. സോപ്പ് തീർന്നിട്ടെങ്കിൽ എടുത്ത് കളയുക, പുതിയ സോപ്പ് വാങ്ങിക്കുക, പുതിയ പാത്രം കഴുകുന്ന സാധനം വാങ്ങിക്കുക, ഉപയോഗിക്കുക. ഫ്രഷ് മൈൻഡോടുകൂടി ജനുവരി മാസം 2025 എന്ന വർഷം നിങ്ങളുടെ വർഷം, ഈ ഇരിക്കുന്ന 17 പേരുടെ വർഷം, ഈ 17 പേരുടെ വരുമാനം ഞാൻ ഈ പറഞ്ഞ 25,000 മുതൽ 1 ലക്ഷം രൂപ വരെ എത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ തയ്യാറാണ്. നമ്മൾ ഈ ഇരിക്കുന്ന 17 പേര്, ബാക്കിയുള്ള ആൾക്കാർ നാളെ മുതൽ ആക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. 17 പേരും ഇന്ന് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന 17 പേരും റെഗുലറായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒരു മെസ്സേജെങ്കിലും എനിക്ക് അയക്കുക. ഞാൻ ഗുഡ് മോർണിംഗ് അയക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് അയച്ചാൽ അത് ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങളവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരിച്ച് ഗുഡ് മോർണിംഗ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വെക്കാനല്ല ഞാൻ പറയുന്നത്. തിരിച്ച് എന്തെങ്കിലും ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ, അല്ലെങ്കിൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ചോദിക്കാൻ തയ്യാറാവണം. സാർ ഒരു ഗുഡ് മോർണിംഗ് അയച്ചില്ല, അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സാറിന് ഒരു ഗുഡ് മോർണിംഗ് പോയിക്കോളൂ. അപ്പോൾ സാറ് വിചാരിക്കും ഞാനും ഗ്രൂപ്പിലുണ്ടെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഞാൻ അയക്കുന്ന ഗുഡ് മോർണിംഗ് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തിരിച്ച് ഗുഡ് മോർണിംഗ് എനിക്ക് വേണ്ട, എനിക്ക് ഒരാവശ്യമില്ല ഗുഡ് മോർണിംഗ്. കാരണം നിങ്ങൾ എനിക്ക് തിരിച്ചു തരേണ്ടത്, സാറേ ഞാൻ ഇന്ന് ലീവാണ്, എന്തെങ്കിലും ഞാൻ ചെയ്യാനുണ്ടോ, എൻ്റെ കൂടെ ആരും ജോയിൻ ആവുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ പ്രൊഡക്റ്റ് ആരും വാങ്ങിക്കുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തോളൂ, കുഴപ്പമില്ല, ഞാൻ പോസിറ്റീവാക്കി തരും. ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവരുത്. ജോയിനിങ് ആവുന്നില്ലെങ്കിൽ വിഷമിക്കരുത്. പക്ഷെ ആരും ജോയിനിങ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. നിങ്ങൾ മീറ്റിങ്ങിലേക്ക് വരാൻ ശ്രമിക്കണം. മാക്സിമം ഉള്ള മീറ്റിംഗ്, ഉച്ചക്കത് 2 മണിൻ്റെ 5 മണിക്ക് മീറ്റിംഗ് നിങ്ങൾക്കല്ല അത് ആവശ്യം, അത് നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കുള്ള മീറ്റിംഗ് ആണ്. പക്ഷേ രാവിലെ 6 മണിക്കുള്ള മീറ്റിങ്ങും വൈകുന്നേരമുള്ള പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും നിങ്ങൾക്കുള്ള മീറ്റിംഗ് ആണ്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ബിസിനസ് സിസ്റ്റമാണ് അതിനകത്ത് പഠിപ്പിച്ചതുണ്ട്. അത് പഠിക്കാൻ തയ്യാറാവുക, അറിയാൻ ശ്രമിക്കുക. നിങ്ങൾ ഏത് കോളേജിലും എന്ത് ഡിഗ്രി എടുത്താലും ഈ വരുമാനം ഒരു സ്ഥലത്തും കിട്ടില്ല. നിങ്ങൾ എത്ര പഠിക്കുന്ന മെഡിക്കൽ കുട്ടി ആയിക്കോട്ടെ,
നിങ്ങൾക്ക് ഈ വരുമാനം വേറൊരു ബിസിനസ്സിലും വേറെ ജോലിയും കിട്ടില്ല. MBA കഴിഞ്ഞാലും BBA കഴിഞ്ഞാലും എഞ്ചിനീയറിംഗ് കഴിഞ്ഞാലും നിങ്ങൾക്കൊന്നും ആ വരുമാനം കിട്ടില്ല. അതിനേക്കാളും വരുമാനം നിങ്ങളുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ട് വീട്ടിലിരുന്നുകൊണ്ട് മക്കളെ അംഗനവാടിയിൽ കൊണ്ടാക്കി സ്കൂളിലെ കാര്യങ്ങൾ പഠിപ്പിച്ച് കൊടുത്തുകൊണ്ട് പ്രായമായ ഉമ്മേനെ ഉപ്പേനെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ ഈ ഒരു ബിസിനസ്സിലൂടെ സാധിക്കുന്നുണ്ടോ? അത് വാങ്ങിച്ചു തരാൻ എന്നെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എക്സ്ക്യൂസസ് പറഞ്ഞ് മാറി നിൽക്കാതെ നിങ്ങളുടെ ഏറ്റവും പ്രയോറിറ്റി ഫാമിലിയുടെ കാര്യം നോക്കിക്കൊണ്ട് തന്നെ, ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് തന്നെ സെക്കൻഡ് പ്രയോറിറ്റി ഈ ഒരു ബിസിനസ്സിന് കൊടുക്കാൻ തയ്യാറാണോ? ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അതിൽ പ്രയോറിറ്റി കൊടുത്തു ആ വരുമാന ശമ്പളം കളയണ്ട. ഇപ്പോൾ തൽക്കാലം അത് കളയേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് 25,000 30,000 വരുമാനം വന്ന ശേഷം മാത്രമേ ആ ജോലി കളയേണ്ട ആവശ്യമുള്ളൂ. സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞ പാട് മാത്രം. അതുകൊണ്ട് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ്. റെഗുലർ കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ഇതിൽ പല ആൾക്കാർ ആരോഗ്യമൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം എല്ലാ കാര്യങ്ങൾക്കും മെസ്സേജ് അയക്കും. ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, ബാങ്ക് ഡീറ്റെയിലും പാൻ കാർഡ് അപ്ഡേഷൻ ചെയ്യാൻ പറഞ്ഞ സ്പോട്ടിൽ എനിക്ക് അയച്ചതും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ആൾക്കാർ ബാങ്ക് ഡീറ്റെയിലും പാൻ കാർഡും അപ്ഡേഷൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് അയച്ചേക്ക്. പേഴ്സണലായിട്ട് ഞാൻ ചെയ്തുതരാം. നിങ്ങൾ അടുത്ത മാസം നിങ്ങൾക്ക് വരുമാനം ബാങ്ക് അക്കൗണ്ടിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ 10-ാം തീയതി വരുമാനം അക്കൗണ്ടിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്. ചെറിയൊരു പൈസ 100 100 200 200 സ്വന്തമായിട്ട് അധ്വാനിച്ചൊരു പൈസ വീട്ടിൽ അക്കൗണ്ടിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ടും പാൻ കാർഡൊക്കെ എനിക്ക് അയച്ചു തരാം, ഞാൻ ചെയ്തുതരാം. പിന്നെ ചെയ്യേണ്ട കാര്യം, ഇനി ആരെങ്കിലും സാധനം വാങ്ങിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുക. നിങ്ങൾ ID ആക്ടിവേഷൻ ചെയ്യുക. ഇനി വാങ്ങിച്ച ആൾക്കാരുണ്ടെങ്കിൽ അത് 60 PBയോ 100 PBയോ ആക്കാൻ ശ്രമിക്കുക. 60 PB ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ 4 മാസം കണ്ടിന്യൂ 60 PB ചെയ്യുക. 100 PB ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ 4 മാസം കണ്ടിന്യൂ 100 PB ചെയ്യുക. അത് നിങ്ങൾക്ക് 2515 വൗച്ചർ കിട്ടും, അല്ലെങ്കിൽ 1250 വൗച്ചർ കിട്ടുന്നുണ്ടോ. 2515 വൗച്ചർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റും. 1250 വൗച്ചർ കമ്പനി സെലക്ട് ചെയ്ത പ്രൊഡക്റ്റാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. ഇങ്ങനെ ഈ ഫ്രീ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീട്ടിലകത്ത് ഒരു ചെറിയൊരു സ്റ്റോക്ക് കോർണർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുവാണെങ്കിൽ, ഒരു മിനി ഷോപ്പ് പോലെ ഒരു ചെറിയ നിങ്ങളുടെ സെൻട്രൽ ഹാളിൽ, നിങ്ങളുടെ വീട്ടിൻ്റെ സെൻട്രൽ ഹാളിൽ ഷെൽഫിൽ ഷോക്കേസ് ഉണ്ടാവില്ല എല്ലാവരുടെ വീട്ടിലും. ഇന്ന് എല്ലാ വീടുകളിലും ഷോക്കേസ് ഉണ്ട്. ഒരു സോഫേൻ്റെ മുന്നിൽ നേരെ നോക്കിയാൽ ഷോക്കേസ് കാണും. ആ ഷോക്കേസിൻ്റെ നടുക്കത്ത് ആനേനെയും കുതിരേനെയും ഫ്ലവർ ബോക്സ് എടുത്തും കളയുക. അവിടെ വെസ്റ്റീജിൽ സോപ്പും പേസ്റ്റും അല്ലെങ്കിൽ ചായപ്പൊടിയോ കോഫിപ്പൊടിയോ അവിടെ വെക്കുക. ആരെങ്കിലും വീട്ടിൽ വരുന്ന തന്നെ ചോദിക്കും ഇതെന്താ സാധനം നോക്കുമ്പോൾ ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ്. പോകുന്ന സമയത്ത് ഇറങ്ങി പോകുമ്പോൾ ചക്ക മാങ്ങ ഒന്നും കൊടുക്കണ്ട, ഒരു സോപ്പും പേസ്റ്റും കൊടുക്കും, ഇതൊന്ന് ഉപയോഗിക്കാൻ പറയാം. മനസ്സിലായില്ലേ? നമ്മൾ വീട്ടിൽ വിരുന്ന് വന്നാൽ ചേച്ചി അനിയത്തേക്ക് വിരുന്ന് നമ്മൾ പോകുമ്പോൾ എന്താ കൊടുക്കുക? ചിപ്സ് വാങ്ങിച്ചു കൊടുക്കും, ബേക്കറി വാങ്ങിച്ചു കൊടുക്കും അല്ലേ? അതിന് പൈസ കൊടുത്തിട്ട് ബേക്കറി വാങ്ങിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ചക്ക അല്ലെങ്കിൽ മാങ്ങ കൊടുക്കും, അല്ലെങ്കിൽ ഉണ്ണിയപ്പോൾ എന്തെങ്കിലും കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ബന്ധക്കാരാണെങ്കിൽ വീട്ടിൽ വന്നാൽ ഒരു സോപ്പോ ഒരു പേസ്റ്റോ ഒരു ഹെയർ ഓയിലോ ഷാമ്പൂ കൊടുക്കുക. അവർ നാളെ മുതൽ ലൈഫ് ലോങ് നിങ്ങളുടെ കസ്റ്റമർ ആയിരിക്കും. വെറുതെ കൊടുക്കണ്ട, പൈസ കൊടുത്ത് തന്നെ കൊടുത്താൽ മതി. വെറുതെ കൊടുത്താൽ അവർക്ക് വാല്യൂ ഉണ്ടാവില്ല. പൈസ കൊടുത്ത് തന്നെ കൊടുത്താലും നാളെ മുതൽ അവർ നിങ്ങളോട് ചോദിച്ച് വാങ്ങിക്കുന്നുണ്ടാവും ഈ പ്രോഡക്റ്റുകൾ. നിങ്ങൾ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ സാധിക്കുന്നുണ്ടോ. ടെക്നിക്ക് ബിസിനസ് മൈൻഡോട് ടെക്നിക്കൽ ഉപയോഗിക്കട്ടോ. ഒരാളോടും റിക്വസ്റ്റ് കാല് പിടിച്ചിട്ടൊന്നും നിങ്ങൾ ഒരാളിൻ്റെ അത് ജോയിൻ ചെയ്യിപ്പിക്കാതിരിക്കുക. റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരാളെ ഇതിനകത്ത് കൊണ്ടുവരണ്ട. കാരണം അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇപ്പം നിങ്ങൾക്കറിയാം, നിങ്ങളെ സെലക്ട് ചെയ്തത് ഇപ്പം പുതുതായി ജോയിൻ ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. അതിൽ 100 കണക്കിന് ആൾക്കാർ ജോയിൻ ചെയ്തത് സെലക്ട് ചെയ്ത ആൾക്കാരാണ് നിങ്ങൾ. എന്തുകൊണ്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്ത കാരണം വെച്ചാൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പല മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാറുണ്ട്, പല ആൾക്കാർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാറുണ്ട്, പല ആൾക്കാർ ജോയിനിങ് നടത്താറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ മാത്രം ഞാൻ സെലക്ട് ചെയ്ത് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ സെലക്ട് ചെയ്ത 30 പേരും 2025 വരെ അവസാനം വരെ കൂടെ ഉണ്ടാവണം. 2025 അവസാനം വരെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വരുമാനം നിങ്ങൾക്ക് എത്തിച്ചേരാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടോ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. പിന്നെ ഇതിൽ നിങ്ങളുടെ വരുമാനം ഒരു 8,000 രൂപ വരുമാനമാക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 27,000 രൂപ വരുമാനം ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 50,000 രൂപ 46,000 50,000 വരുമാനമാക്കാൻ എന്ത് ചെയ്യണം, ഇതെല്ലാം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടത്, ഇവിടെ ഒരാൾക്കും ഒരു ടീമല്ല വേണ്ടത്. ഇപ്പോൾ അഫീഫി ആണെങ്കിൽ അഫീഫിക്ക് നിഷാനുണ്ട്, വേറൊരു 5-6 ടീമുണ്ട്. നിഷാനക്കാണെങ്കിൽ 5-6 ടീമുണ്ട്. സെബിനിസക്ക് ഒരു 6 ടീം വേണം. സാജിദക്ക് ഒരു 6 ടീം വേണം. ഹബീബക്ക് ഒരു 6 ടീം വേണം. മിനി ചേച്ചിക്ക് ഒരു 6 ടീം വേണം. സൽമത്തിന്, ജുമൈനത്തിന്, ഷൈനിക്ക്, ഹസീനക്ക് എല്ലാവർക്കും ഒരു 6 വ്യക്തികൾ നിങ്ങൾ പേഴ്സണലായിട്ട് ജോയിൻ ചെയ്ത ആളുണ്ടാവണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ അബീബ ജോയിൻ അബീബനെ ജോയിൻ ചെയ്യിപ്പിച്ച സുഹേലാണെങ്കിൽ അബീബ ഒരു 6 വ്യക്തികൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം. ഇന്ന് തന്നെ വേണം, ഈ മാസം വേണം, അടുത്ത മാസം വേണം എന്നില്ല. നിങ്ങൾ 6 മാസം സമയം എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ഡയറക്റ്റായി ജോയിൻ ചെയ്ത് 6 വ്യക്തികൾ നമ്മൾക്ക് ഉണ്ടാവണം. ഈ 6 വ്യക്തികളും ബിസിനസ്സിൽ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ആളായി മാറണം. അവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന ആളായി മാറണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഒരാളെങ്കിലും നിങ്ങൾ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ സീരിയസ് ആയി തീരുമാനം എടുപ്പിക്കാൻ മീറ്റിങ്ങിലേക്ക് കണക്ട് ചെയ്യുക, നമ്മളായിട്ട് കണക്ട് ചെയ്ത് തരുക. അവരെ നമ്മൾ ചാർജാക്കി ഇതിലേക്ക് ഒരു സീരിയസ് ആയി തീരുമാനം എടുപ്പിക്കുന്നുണ്ടാവും.
അങ്ങനെ അതേപോലെ 6 വ്യക്തികൾ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് പർച്ചേസിങ് 100 അതിൽ അധികമായി മാറുന്നുണ്ടോ? കുറച്ച് കഴിയുമ്പോൾ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്ത വ്യക്തികൾ 100 അതിലായി മാറുന്നുണ്ടോ? ഒന്ന് ഞാൻ ഉദാഹരണം ഒരാളെ പേര് പറയാം, സാജിദിന്റെ പേര് പറയാം. വീഡിയോ ഓൺ ആക്കിയിരിക്കുന്ന ആളുടെ പേര് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും കൂടി ഉണ്ട്, മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. സാജിദ ബിസിനസ് ജോയിൻ ചെയ്യുന്നു. സാജിദ ഒരു 100 PV പർച്ചേസ് ചെയ്യുന്ന ആളായി മാറുന്നു. സജിദ അല്ലേ? സജിദ. ഓക്കെ, 100 PV പർച്ചേസ് ചെയ്യുന്നു. നിങ്ങളൊരു 6 വ്യക്തികളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു. 6 വ്യക്തികളെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓക്കെ. 6 വ്യക്തികളെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ള തീരുമാനമാണ്. സജിദ 100 PV ചെയ്യുന്നു. സജിദയുടെ കൂടെ വന്ന വ്യക്തിയെ 100 PV ചെയ്യുന്നു. അവരും ഇത് തന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുമ്പം 6 × 6 വ്യക്തികൾ 36 പേരായി. ഈ 36 പേരും ഇതുപോലെ 100 PV ചെയ്യുന്ന ഒരാളായി മാറും കുറച്ച് കഴിയുമ്പോൾ. ആ 36 പേരും ഇത് സെയിം ഡ്യൂപ്ലിക്കേഷൻ ചെയ്തെന്ന് ആലോചിച്ചു, 216 പേരായി. 216 പേരും 100 PV ചെയ്യുമ്പോൾ എത്ര വരുമാനമായി എന്നറിയാം? ഇത് ഒരൊറ്റ മാസം കൊണ്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരു 6 മാസം കൊണ്ട് 1 lakh ലിങ്ക് എത്താൻ പറ്റും. അഫീഫയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് സാധിക്കും. അഫീഫ ഒന്നിച്ചിരി സീരിയസ് ആയിട്ട് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 lakh+ ഇൻകം 6 മാസം കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കും. 100% ഞാൻ പറയാം. നിങ്ങൾ അതിനെ സീരിയസ് ആയി കാണുവാണെങ്കിൽ എൻ്റെ ഓർഗനൈസേഷനിൽ 1 lakh+ ഇൻകം വാങ്ങിക്കുന്ന ആദ്യത്തെ വ്യക്തിയെ മാറാൻ അഫീഫയ്ക്ക് സാധിക്കുന്നുണ്ടോ? കാരണം എൻ്റെ ഓർഗനൈസേഷനിൽ 60,000 50,000 വാങ്ങിക്കുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. അഫീഫയ്ക്ക് അതിന് കപ്പാസിറ്റി ഉണ്ട്. ഒന്ന് സ്മാർട്ടായിട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് സാധിക്കും. ഓക്കെ, അഫീഫേൻ്റെ പേര് പറയാൻ കാരണം എന്താ വെച്ചാൽ അഫീഫ കൂടുതൽ ബിസിനസ്സിൽ ആക്റ്റീവ് അല്ലെങ്കിലും പക്ഷെ നല്ല രീതിയിൽ മാസീവായിട്ട് ജോയിനിങ് നടക്കുന്നുണ്ട്. അതേപോലെ കുറേ ആൾക്കാർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. 1 വർഷം സമയമുണ്ട് നമുക്ക്. ഓക്കെ, പക്ഷേ കുറച്ചും കൂടെ സ്മാർട്ടായിട്ട്. നമുക്കറിയില്ല, നമ്മൾ ക്ലാസ്സിൽ ടീച്ചർമാർ പഠിക്കുന്ന കുട്ടികളെ ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ആഗ്രഹമില്ലേ ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയാവാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ മോളെ? നന്നായി പഠിക്കുന്ന കുട്ടിയാവാൻ ആഗ്രഹമില്ലേ? ഉണ്ടോ? അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന നല്ല കുട്ടികളാവാൻ ആഗ്രഹിക്കുക. ഈ ഇരിക്കുന്ന 16 പേരും ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും നല്ല പഠിക്കുന്ന മിടുക്കി കുട്ടികളാവാൻ വേണ്ടി ആഗ്രഹിക്കണം. നല്ല വരുമാനം വാങ്ങിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. 25 മുതൽ 1 ലക്ഷം രൂപ വരുമാനം വേണ്ടി ആഗ്രഹിക്കണം. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ 6 വ്യക്തികൾ സീരിയസ് ആയിട്ട് നിങ്ങളോടൊപ്പം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രോൺസ് ഡയറക്ടർ ആവുന്ന സമയത്ത് ഈ 6 വ്യക്തികളിൽ നിന്നും പോയിന്റ് വരുന്ന സമയത്ത് നിങ്ങൾ 5500 PV ആവുന്ന സമയത്ത് നിങ്ങളുടെ വരുമാനം 8000 രൂപക്ക് മേലെയായിട്ടുണ്ടോ? അതിനുശേഷം നിങ്ങൾ സിൽവർ ഡയറക്ടറായി മാറുന്ന സമയത്ത് ഇപ്പം അഫീഫയാണ് ഈ ബിസിനസ്സിൽ വരുന്നു, ബ്രോൺസ് ഡയറക്ടർ ആവുന്നു, 8000 രൂപ വരുമാനം വരുന്നു. നിഷാനെ ബ്രോൺസ് ഡയറക്ടർ ആക്കുന്നു, നിഷാനൊക്കെ ഒരു 8000 രൂപ വരുമാനം വാങ്ങിക്കുന്ന സമയത്ത് അഫീഫയുടെ വരുമാനം 20,000 രൂപ കടന്നിട്ടുണ്ടോ? രണ്ടാമത്തെ ടീമിന് ഒരു 8000 രൂപ വരുമാനം വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ വോളിയം ഞാൻ പിന്നീട് പറഞ്ഞ അതിന് പിക്ചർ ഞാൻ അയച്ചു ഗ്രൂപ്പിൽ ഇട്ട് തരാം. 8000 രൂപയും 27,000 രൂപയും 46,000 രൂപയും 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും 5 ലക്ഷം രൂപയും വരുമാനം വാങ്ങിക്കുന്നതിൽ പോസ്റ്റ് ഞാൻ ഇപ്പോൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല പെട്ടെന്ന്, ഞാനത് പിന്നെ വിശദമായി പറഞ്ഞു തരുന്നുണ്ടോ? അതനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ ഇതിലെല്ലാ ആൾക്കാരും ഫബീന, ഷാക്കി, ജുമാനത്ത്, സൽമത്ത്, മുർഷിദ സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ രാവിലെ ബന്ധം വരെ കഷ്ടപ്പെടാറുണ്ട്, പണിയെടുക്കാറുണ്ട്. ആ മുതലാളി പറഞ്ഞ്, ആ മാനേജർ പറഞ്ഞ്, സൂപ്പർവൈസർ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെയും ചെയ്തുകൂടെ? ഇത്രയും വണ്ടർഫുൾ ആയിട്ടില്ല നിങ്ങളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചവർക്ക് അതിൻ്റെ കോൺഫിഡൻറ്റ് വരുള്ളൂ. ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഒരു കമ്പനി നിങ്ങൾക്ക് തരില്ല. ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ചിട്ട് ആ ക്വാളിറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളൊന്ന് സമയം 30 ദിവസം നമ്മളെ സമയമുണ്ട്. ആ 30 ദിവസം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ആ 30 ദിവസം കൊണ്ട് കുറച്ച് കസ്റ്റമറെ ഉണ്ടാക്കിയെടുക്കാനും മറ്റുള്ളവർക്ക് എത്തിക്കാനും ശ്രമിക്കുക. ഈ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എൻ്റെ ലക്ഷ്യം 10 ലക്ഷം രൂപയാണ്. എനിക്ക് 10 ലക്ഷം രൂപ വരുമാനം വാങ്ങണമെങ്കിൽ ഇതിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ വരുമാനം 2-3 ലക്ഷം രൂപ ആക്കിയേ പറ്റൂ. അത് ആർക്ക് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്ക് 10 ലക്ഷം രൂപ നിർബന്ധമായും കിട്ടിയേ പറ്റൂ. അത് ഞാൻ ചെയ്യുന്നുണ്ടോ? അതിന് നിങ്ങൾക്ക് വരുമാനം 1, 2, 3 ലക്ഷം രൂപ ആയാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇന്ന് സമയം കണ്ടെത്തി നിങ്ങളോട് ഇരിക്കാൻ തയ്യാറായി. നിങ്ങൾ റെഡിയാണോ അതിനു വേണ്ടി? മോള് റെഡിയാണല്ലേ? അത് പിന്നെ മോള് സ്മാർട്ടാണ്. എന്താ പേര് മോളെ? ഫാത്തിമ ഷിഫാന. ഫാത്തിമ ഷിഹാന. എത്ര വയസ്സായി? 9 വയസ്സായുള്ളൂ. ഇനി 9 വർഷം കാത്തിരിക്കണം വെസ്റ്റീജിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി. അപ്പോഴേക്കും ഉമ്മേനെ സപ്പോർട്ട് ചെയ്ത് പഠിച്ചെടുക്കും കേട്ടോ. 18ാമത്തെ വയസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ചേച്ചി ഉണ്ടോ?
മൂത്ത ആരാ മൂത്തത്, നിങ്ങളാണോ? ഞാനല്ല, വേറെ വേറെ കുട്ടിയില്ല മൂത്തത്? ഓക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ. 18 വയസ്സാകുമ്പം ഇതിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഇതിലേക്ക് ഉമ്മേനെ സപ്പോർട്ട് ചെയ്ത് വരിക. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, ഇന്ന് ഹൈദരാബാദിൽ ഞാനൊരു സന്ധ്യ എന്ന് പറഞ്ഞ ലേഡിയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ബിസിനസ്സിൽ 7 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കുന്ന ഒരു പച്ചക്കറിക്കാരിയാണ്, പച്ചക്കറി കച്ചവടം ചെയ്യുന്ന ലേഡിയാണ്, സന്ധ്യ എന്ന പേര്. അവരെ ഞാൻ നേരിട്ട് കണ്ടായിരുന്നു. അതുപോലെ അമ്പലത്തിൽ മാല കോർക്കുന്ന ലേഡി ഉണ്ടായിരുന്നു. അവരുടെ മകൻ 22 വയസ്സേ ഇപ്പോഴായുള്ളൂ. ഇന്ന് അവൻ്റെ വരുമാനം 4 ലക്ഷം രൂപയാണ്. 22ാമത്തെ വയസ്സിൽ 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ വരുമാനം കേട്ടോ, 22ാമത്തെ വയസ്സിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കുട്ടികൾ 18 വയസ്സായ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഈ ബിസിനസ്സിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം അവർക്ക് കിട്ടുന്ന ഏറ്റവും വണ്ടർഫുൾ ആയ ബിസിനസ് അവസരമാണിത്. ഓക്കെ, ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഏകദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്ക് സമയം എടുക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അശ്വതി, നിഖിലും ഷീനയും ലാസ്റ്റാണ് കയറി വന്നത്. എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അശ്വതിയും നിഖിലും അതുപോലെ ഷീനേനെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഷീന എനിക്കൊന്ന് രതീഷ് ഭായിൻ്റെ ടീമിലാണെന്ന് അറിയില്ല. അശ്വതി, നിഖിൽ ആരുടെ ടീമിലാണെന്ന് എനിക്കറിയില്ല, പുതിയതായിട്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഒന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും അറിയണോ, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, പെട്ടെന്ന് ചോദിക്കാം. 10 മിനിറ്റ് നമുക്ക് സമയമുണ്ട്. 9 മണിക്ക് വേറെ മീറ്റിംഗ് ഉണ്ട്. അൺമ്യൂട്ടാക്കി ചോദിക്കാൻ പറ്റും ആരെങ്കിലും? ചോദിച്ചേ സാജിദ, സർ. പറയൂ. സാജിദ, പറഞ്ഞോ കേക്കാം. ഞാനൊരു പ്രൊഡക്റ്റും വാങ്ങിയിട്ടില്ല. ഓക്കെ, നമുക്ക് വേറെ ആളെ ജോയിൻ ചെയ്യിക്കാൻ പറ്റുമോ? ജോയിൻ ചെയ്യിപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ എത്രയും പെട്ടെന്ന് വാങ്ങിക്കണം. മീറ്റിംഗ് കേൾപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല, തെറ്റൊന്നുമില്ല. ആ, കാരണം എന്തുകൊണ്ടറിയോ, നിങ്ങൾ സാധനം വാങ്ങിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കൂടുതൽ പറയാൻ വേണ്ടി കേട്ടോ. ആൾക്കാരോട് പറയാനും എനർജറ്റിക് ആവണമെങ്കിൽ സാധനം ഉപയോഗിക്കുമ്പം സാധ്യതയ്ക്ക് നല്ല കോൺഫിഡൻറ്റ് വരും അത് പറയാൻ വേണ്ടി. എന്തുകൊണ്ട് സാധനം വാങ്ങിക്കാതെ കൊണ്ട് പറയാതിരിക്കുന്നു വേണ്ട, പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് ഐ ഡി ആക്ടിവേഷൻ ആക്കുക. കാരണം ഒരാളുടെ ഐ ഡി താഴെ എടുത്ത സമയത്ത് നിങ്ങൾ ഐ ഡി ആക്ടിവേഷൻ ആയിട്ട് കുറച്ചും കട്ടായി പോകും. 30 ദിവസം കഴിയുമ്പോൾ അത് കട്ടാവും കേട്ടോ. ഐ ഡി എടുത്ത ആൾക്കാർ 30 ദിവസത്തിനുള്ളിൽ ഐ ഡി ആക്ടിവേഷൻ ചെയ്യുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആൾക്കാരെ ബിസിനസ്സിൽ എല്ലാ ദിവസവും കൊണ്ടുവരാൻ കുഴപ്പമൊന്നുമില്ല, ഐ ഡി എടുപ്പിക്കാം. ഐ ഡി എടുത്തണല്ലോ അല്ലേ സാർ? ഐ ഡി എടുത്തതിന് ശേഷം മീറ്റിംഗ് എത്തിക്കാം. ഓക്കെ സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങളെ പ്രൊഡക്റ്റ് വാങ്ങിനോ? ഉപയോഗിച്ചോ? സുഹൈൽ ഉസ്താദിന്റെ ഹെയർ ഓയിൽ വാങ്ങിനോ, സർഫ് പൊടി വാങ്ങിനോ? സൂപ്പർ സാധനല്ലേ? ഉസാറാണ്. അടിപൊളിയാണ്. ഇനി നിങ്ങൾ ഐ ഡി പർച്ചേസ് ചെയ്യാം കേട്ടോ. ഹബീബിന്റെ ഐ ഡി പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. ഞങ്ങൾക്ക് മുടികൊഴിച്ചിലൊക്കെ എണ്ണോണ്ട് കുറവുണ്ടായിരുന്നു. നല്ല ഹെയർ ഓയിൽ, സൂപ്പർ ഹെയർ ഓയിലാണ്. ഞങ്ങൾ 3 ബോട്ടിൽ വാങ്ങി. എനിക്കറിയാം സുഹൈൽ നല്ല ഈ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്ന ആളാണ്. എനിക്കൊന്ന് സുഹൈൽ 20 ഹെയർ ഓയിലൊക്കെ ഒരുമിച്ച് വാങ്ങിക്കും. 20 ഹെയർ ഓയിൽ ഒരുമിച്ച് വാങ്ങിക്കാറുണ്ട്. അദ്ദേഹം ആകെ 6 പ്രൊഡക്റ്റേ വാങ്ങിച്ചിട്ടുള്ളൂ. ആ 6 പ്രൊഡക്റ്റ് 20 വെച്ച് വാങ്ങിക്കും. ഹെയർ ഓയിലൊക്കെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മൂവ് ചെയ്തോട്ടോ. ആൾക്കാരെ ഇഷ്ടംമാതിരി കിട്ടും. ഹെയർ ഓയിലും നമ്മുടെ ഷാമ്പുവും കൊടുക്കുക, സ്ഥിരം കസ്റ്റമറെ കിട്ടും. എന്ന് വെച്ചാൽ സെല്ലിങ് മെത്തേഡിൽ പോകാതിരിക്കുക, പക്ഷെ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ആയിഷ മാഡം വാങ്ങിക്കുന്നുണ്ടല്ലേ, 7 ലക്ഷം രൂപ മാസം വരുമാനം വാങ്ങിക്കുന്നത്. 7 ലക്ഷം രൂപ ഒന്ന് ആലോചിച്ച് നോക്കുക. സാജിദ 7 ലക്ഷം രൂപ സാജിദക്ക് കിട്ടിക്കഴിഞ്ഞാൽ സാജിദ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുക അല്ലേ, പറന്ന് നടക്കൂലേ അല്ലേ? എനിക്കൊന്ന് ഇതിലുള്ള എല്ലാ ആൾക്കാരും അടിപൊളി ലീഡർമാരാട്ടോ. ആരോഗ്യമൊക്കെ ഒരു അടിപൊളി ലീഡറായി മാറാൻ സാധിക്കും. ഞാൻ അടുത്തൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ലിങ്കുകൾ വരുന്നുണ്ടോ അല്ലെ, മീറ്റിങ്ങിൽ ലിങ്കുകൾ വരുന്നുണ്ടോ? ആ ലിങ്കുകൾ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക കേട്ടോ. രാവിലെ വരുന്ന ലിങ്കുകൾക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പ്രൊമോട്ട് ചെയ്ത് എല്ലാവരും ആരോഗ്യമൊക്കെ വേണ്ടത് എന്ന് വേണ്ട വെച്ചാൽ ഒരു വോയിസ് മെസ്സേജ് അയക്കുക. ഇന്ന് വൈകുന്നേരം നമ്മൾ 8:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്, പ്രൊഡക്റ്റിൻ്റെ ട്രെയിനിങ് ആണ്, എല്ലാ ആൾക്കാരും പങ്കെടുക്കണം എന്ന് വെച്ചാൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടേക്കണം. നിങ്ങൾ അങ്ങനെയാണ് ലീഡറായി മാറുക കേട്ടോ. നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെങ്കിലും അത് പെർഫോം ചെയ്തോ. ആരോഗ്യമൊക്കെ നല്ല അടിപൊളി ലീഡറാണ്. അതുപോലെ അസീന, എല്ലാവരും സൂപ്പർ ലീഡർമാരാണ്. നിങ്ങളുടെ വോയിസിൽ ഒരു വോയിസ് മെസ്സേജ് ഗ്രൂപ്പിലിടുക. ഇന്ന് വൈകുന്നേരം 8:30 നമ്മുടെ മീറ്റിംഗിൽ പ്രൊഡക്റ്റിന് ട്രെയിനിങ് ഉണ്ട്, ഈ ഗ്രൂപ്പിൽ എല്ലാവരും ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുക്കണം എന്നൊരു വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ അടുത്ത സെഷൻ ഭീമാ മേഡൊക്കെ ചെയ്യുന്ന ഒരു സെഷൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. മീറ്റിങ്ങിലെ ലിങ്ക് നോക്കിയിടണം കേട്ടോ, മാറിയിടരുത്.
ഏത് ലിങ്കാണ് രാവിലെ ഗ്രൂപ്പിൽ വന്ന് നോക്കുക, അതിട്ട് പ്രൊമോട്ട് ചെയ്യണം കേട്ടോ. ഇന്നലെ കഴിഞ്ഞ ലിങ്ക് എടുത്തിട്ടേക്കരുത്, അത് അബദ്ധമായിപ്പോൾ. നമ്മൾ നോക്കുക, ഇന്നത്തെ മീറ്റിംഗ് ഏതാണ് നോക്കുക, ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട്. ഞാൻ ഇതിൽ ഒരുപാട് ആൾക്കാരെ എനിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്, നല്ല അടിപൊളി ലീഡറാവും കപ്പാസിറ്റി ഉള്ള, കേരളം മൊത്തം അറിയപ്പെടുന്ന ഓൺട്രപ്രണർ ലെവലിലേക്ക് പോകാൻ സാധിക്കുന്ന ആൾക്കാരിൻ്റെ അകത്തുണ്ട്. എന്തെങ്കിലും ചോദിക്കണോ? ആർക്കെങ്കിലും ചോദിക്കണം? സോമീഷ രാജേഷിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആരതി പറയൂ. സാറേ ഇപ്പൊ ഈ മാസം 100 PVക്ക് വാങ്ങി, ആ അപ്പൊ അടുത്ത മാസം 60 PVക്ക് വാങ്ങി, പിന്നെ അതിന്റെ അടുത്ത മാസം 60 PVക്ക് വാങ്ങണേ നമുക്ക് ഏത് 60ന്റെ 60 കൺസിസ്റ്റൻസി വി കിട്ടൂലേ ഓഫർ? കൺസിസ്റ്റൻസി 60 പേരുള്ളൂ. ആ അത് കിട്ടൂലേ? 60 കിട്ടും. ഇൻ കേസ് ഒരു മാസം 100, ഒരു മാസം 60 ആവുമ്പോ അതാ ഞാൻ ചോദിച്ചത്. അത് 60 കിട്ടും കേട്ടോ. ഇപ്പൊ നിങ്ങളിപ്പോ ഈ മാസം 60 ചെയ്തു, അടുത്ത മാസം തൊട്ട് 100 ചെയ്ത് കഴിഞ്ഞാലും കമ്പനിക്ക് മെയിൽ അയക്കണം, എനിക്ക് 100 മതി, 60 വേണ്ട പറയണം കേട്ടോ. കാരണം പല ആൾക്കാർ ആദ്യം 60 ചെയ്യും, പിറ്റത്തെ മാസം തൊട്ട് 100 ചെയ്യും. അപ്പോൾ 3 മാസം അറിയാണ്ട് വൗച്ചർ വരും. അതുകൊണ്ട് എപ്പോഴും ആരോഗ്യമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ 100 ആക്കാൻ പറ്റുമായിരുന്നു, പറ്റും. അല്ല ഞാൻ ആക്കണമെന്ന് വിചാരിക്കണ്ട, 66 എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 64 PV ആയി. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ 100 എത്തും. എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എനിക്കറിയാം, എനിക്ക് 100% ഉറപ്പുണ്ട്. ആരോഗ്യക്ക് 100 അല്ല 200 ആക്കാൻ കഴിവുണ്ട്, ഞാൻ മനസ്സിലാക്കി. അല്ല ഞാൻ ആക്കണമെന്ന് വിചാരിച്ച് 14-ാം തീയതി ഉള്ളിൽ ആക്കണമെന്ന് റെഡി അല്ലല്ല, ആരോഗ്യക്ക് കുഴപ്പമില്ല, ആരോഗ്യക്ക് 14-ാം തീയതി കുഴപ്പമില്ല. നിങ്ങൾ ഫസ്റ്റ് പർച്ചേസിംഗ് ഈ മാസം ചെയ്തേ, ആദ്യത്തെ പർച്ചേസിംഗ് 14-ാം തീയതി കാണുന്നില്ല, 15-ാം തീയതി 20-ാം തീയതി കുഴപ്പമില്ല. രണ്ടാമത്തെ പർച്ചേസിംഗ് തൊട്ട് 14-ാം തീയതി വേണം കേട്ടോ. എന്ന് വെച്ചിട്ട് നിങ്ങൾ അവസാനം വരെ കൊണ്ടുപോകണ്ട, കാരണം അവസാനം വരെ കൊണ്ടുപോയി പിന്നെ അടുത്ത മാസം വാങ്ങിക്കാൻ സാധനം ഉണ്ടാവില്ല. ഇപ്പോഴേ പെട്ടെന്ന് തീർക്കാം. അവിടുത്തെ ആള് 18-ാം തീയതി ഉള്ളിൽ വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, DLCP സാറ് 18-ാം തീയതി ചെയ്യുമ്പോൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. 18-ാം തീയതി കഴിഞ്ഞാൽ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല. അല്ല ഫസ്റ്റ് ടൈം ഞാൻ പോയി വാങ്ങിയപ്പോ എനിക്ക് ഒരു അംലേന്റെ ക്യാപ്സൂള് ഫ്രീ ആയിട്ട് കിട്ടി. ഇനി പോകുമ്പോൾ നിങ്ങൾ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. 18-ാം തീയതി ഉള്ളിൽ ചെയ്താലേ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. 18 കഴിഞ്ഞാൽ ഫ്രീ പ്രൊഡക്റ്റ് ഇല്ല കേട്ടോ. നമ്മൾ എപ്പോഴും ഇതിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, മാക്സിമം നിങ്ങൾ 14-ാം തീയതിക്കുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഫ്രീ പ്രൊഡക്റ്റും കൺസിസ്റ്റൻസിയായി മാറും. ഓക്കെ, 14-ാം തീയതിക്ക് ശേഷം അഥവാ ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ പേസ്റ്റ് 2 കൊടുത്ത് അല്ല, അവരെ സ്ഥിരമായിട്ട് വാങ്ങിക്കും കേട്ടോ. എക്സ്ട്രാ സാധനം വാങ്ങിയിരുന്നു, അപ്പൊ അത് എനിക്ക് അറിയണവർക്ക് കൊടുത്ത് ഞാനെന്ന് പറഞ്ഞു വാങ്ങിക്കുമ്പോ 2 എക്സ്ട്രാ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് തീരും നിങ്ങൾക്ക്. അതുപോലെ നമ്മൾ ടോയ്ലറ്റ് ക്ലീനർ വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ വണ്ടർഫുൾ റിസൾട്ട് ആണ്. ടോയ്ലറ്റ് ക്ലീനറും ഫ്ലോർ ക്ലീനറൊക്കെ അതൊക്കെ ഒരു ഫാമിലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വാങ്ങിക്കുള്ളത്, അത്രക്കും നല്ല സാധനം. അതുപോലെ തുണി കഴുകുന്ന പൗഡറും തുണി കഴുകുന്ന ലിക്വിഡും പാത്രം കഴുകുന്നതും കുക്കിംഗ് ഓയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ശ്രമിക്കുക ഒരു 100 PVയുടെ ആളായി മാറാനും, പതുക്കെ 200 PVയിലേക്ക് മാറാനും. 10,000 രൂപയുടെ പ്രൊഡക്റ്റ് ആരതി ഫ്രീ കിട്ടും. ആരതി കുറച്ച് കഴിയുമ്പോൾ അതാ പറഞ്ഞേ, അതല്ല നിങ്ങൾക്കല്ല. എന്റെ ടീമില് 17,000 രൂപയുടെ സാധനം ഫ്രീ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. 17,000, അത് 17,000 കസ്റ്റമറും ഉണ്ട്, മനസ്സിലായില്ലേ? അത് അവർ തുടങ്ങിയത് അങ്ങനെ 100 PV തുടങ്ങി 150ലേക്ക് പോയി 200ലേക്ക് പോയി. പക്ഷെ അവര് അങ്ങനെയുള്ള ആൾക്കാർ പ്രശ്നം എന്നറിയോ, ഇതിലാണ് ഇൻട്രസ്റ്റ് വരിക. ഫ്രീ പ്രൊഡക്റ്റിലും അതിൽ ലാഭത്തിൽ പോകും, നെറ്റ്വർക്ക് ഉണ്ടാക്കൂല. അപ്പൊ അവർക്ക് ടീം ഉണ്ടാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ 50-50, 50% പ്രൊഡക്റ്റ് മൂവ്മെന്റിലും 50% നെറ്റ്വർക്കിലും പോകണം. അല്ല ഡെയിലി ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ 100% വിജയിക്കുമായിരുന്നു. നിങ്ങളൊക്കെ തുടങ്ങിയതിലുള്ളൂ. നിങ്ങളെ പോലെ തന്നെ 25 പേർക്ക് ഞാൻ അയക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇത്രയും കഴിവുണ്ട്, ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ അയച്ചിട്ടും ആൾക്കാർ ജോയിൻ ചെയ്യുന്നില്ല. ഞാൻ അങ്ങനെ അഫീഫിനെ അഭിനന്ദിക്കുവാണ്. കാരണം അഫീഫ പറയുന്ന ആൾക്കാരൊക്കെ മീറ്റിംഗിൽ കയറുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരാൾ പോലും ഇപ്പോഴും മീറ്റിംഗ് കയറുന്നില്ല. ഞാൻ എല്ലാ ദിവസവും 25 പേര് വിളിക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഷാജി സാർ ഇൻവൈറ്റ് ചെയ്ത മീറ്റിംഗ് കയറി കണ്ടിട്ടുണ്ടോ? കയറൂല. 25 പേർക്ക് ഡെയിലി ഞാൻ അയക്കുന്നുണ്ട്, ആരും കയറുന്നില്ല. എനിക്ക് അവർക്ക് വോയിസ് മെസ്സേജ് അയച്ചു കൊടുത്ത് ജോയിനിങ് ആക്കാൻ പറ്റും, പക്ഷെ ഞാൻ വോയിസ് മെസ്സേജ് അയക്കാറില്ല. അവിടെ സൂമിലേക്ക് വന്നാലേ പറയുമെന്ന് പറയും, അത് കയറൂല. എനിക്ക് സമയക്കുറവുകൊണ്ടാണ് കേട്ടോ. നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അഫീഫക്കൊക്കെ ഭയങ്കരമായിട്ട് ഇതുണ്ട്, നെറ്റ്വർക്ക് ഉണ്ട്. അവർക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ടീം ഉണ്ടാക്കാൻ പറ്റും. അഫീഫക്കൊക്കെ, നിഷാനൊക്കെ, ആരതിക്കൊക്കെ ഒരുപാട് ലീഡർഷിപ്പിന് കഴിവുണ്ട്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് പേര് പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞിട്ടോ. സെബനിസ ഒരു അടിപൊളി ലീഡറായി മാറാൻ സാധിക്കും. ഷാക്കിക്കൊക്കെ നല്ല ലീഡറാകാൻ സാധിക്കും. അതുപോലെ ബാക്കി എല്ലാവർക്കും, സോമേഷക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഓപ്പണായി പറയട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിസിനസ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്താണ് നിങ്ങളെ ബാക്കോട്ട് അടിക്കുന്ന സാധനം എന്നോട് പറയും, ഞാൻ ശരിയാക്കി തരാം. ഹലോ സാർ, ഞാന്
കുട്ടികളെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാൻ അടുത്ത മാസത്തേക്ക് ആക്കിയാലോ? തിങ്കളാഴ്ച ഞാൻ പട്ടാമ്പി നേരിട്ട് പോയിട്ട് കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് വേറെ വല്ലതും വാങ്ങിയാലോ എന്ന് വിചാരിക്കുക. അത് അടുത്ത മാസമായിക്ക് കുഴപ്പമില്ല, മറ്റുള്ള സാധനം വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. അങ്ങനെ ചെയ്യാ. എന്താന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ്സും കുറച്ചും കൂടെ എന്താണ് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പേസ്റ്റും ഇതൊക്കെ എടുത്തപ്പോ എല്ലാവർക്കും ചിലർക്കൊക്കെ ഭയങ്കര അഭിപ്രായം. എങ്കിലും അത് അപ്പൊ വാങ്ങിച്ചോ, എന്നാ നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന സാധനം ആദ്യം വാങ്ങിച്ചോ, മറ്റേ സാധനം മോനുള്ള സാധനം പിന്നെ വാങ്ങിച്ചാൽ മതി. അടുത്ത മാസം അങ്ങനെ ആക്കാം. സാറ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടില്ലല്ലോ? ഇല്ലില്ല, ഞാൻ ചെയ്തിട്ടില്ല. എന്നാ ശരി, അതൊന്ന് പറയാൻ വേണ്ടി. മിനി മാഡത്തിന് ഈ ബിസിനസ്സിൽ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ കണക്കാക്കിയത് നിങ്ങൾക്ക് ഒരു 300 PV ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളായി മാറും. താങ്ക് യു സാർ. എന്തുകൊണ്ട് അതിന്റെ ഗുണം എന്നറിയോ? നിങ്ങളുടെ മോൻ എന്തെങ്കിലും സപ്ലിമെന്റ് കുറച്ച് അധികം കഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ ഫ്രീ പ്രൊഡക്റ്റ് എല്ലാം അവന് കുറച്ചു കാലം ഒരു കണ്ടിന്യൂ ഉപയോഗിക്കാൻ കൊടുത്ത് ഞാൻ ആൾ ഉഷാറാവും, 2 മക്കൾ ഉഷാറാവും കേട്ടോ. ഇന്ന് നിങ്ങൾ ഇത്രയും കാലം മരുന്ന് കഴിച്ച ആളല്ലേ, ഇതിലൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് ആയിരിക്കും. ആ കുട്ടികൾ ഉഷാറാവും. ഞാൻ രണ്ടുപേരും ഐഡിയ എടുക്കാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആ റിസൾട്ട് അവർ ഈ ബിസിനസ്സിലൂടെ അവർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കും. അവര് പിന്നെ മീറ്റിംഗ് നമ്മുടെ ഫുള്ളിങ്ങനെ രണ്ടാളും ഉണ്ട്, വീട്ടിലുണ്ട്. അവരങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അവര് ഏകദേശം എന്റെ അതേമാതിരി തന്നെ അവരിത് പഠിക്കണ്ടേ. അവര് ചെയ്യും. അവർക്ക് ഞാൻ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചു കൊടുക്കും കൂടെ നിൽക്കുവാണെങ്കിൽ കേട്ടോ. ധൈര്യമായിട്ട് കേൾക്കാൻ പറയാം. കാരണം അവർ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പോലും കിട്ടുന്ന ജോലിയൊക്കെ തുച്ഛമായ ശമ്പളമാണ് മിനിച്ച് ഇപ്പോഴത്തെ തുച്ഛമായ ശമ്പളം നാട്ടിൽ കിട്ടുന്നത്. അത് ഈ അത്രയും ചെയ്ത ശമ്പളത്തിന് പോയ അവിടെ അവരുടെ വായിലുള്ള വാക്കുകളെല്ലാം കേൾക്കുകയും വേണം. ഒരു ലീവിന് വേണ്ടി ആൾക്കാർ കെഞ്ചി പിടിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഞാൻ 2 വർഷമായി വീട്ടിൽ തന്നെയാണ്. മക്കളെ സ്കൂൾ ബസ് വരുമ്പോൾ കൊണ്ടാക്കാനും കൂട്ടിക്കൊണ്ടുവരാനും എല്ലാ കാര്യങ്ങൾക്കും വീട്ടിൽ തന്നെയുണ്ട്. വീട്ടിലൊന്നും സഹായിക്കില്ലെങ്കിലും വീട്ടിലൊരു പണിയും ഞാൻ ചെയ്യില്ല. പച്ചക്കറി വാങ്ങിക്കാൻ പറഞ്ഞാലും ഞാൻ പോകില്ല, ഫുൾ ടൈം മീറ്റിങ്ങിലാണ്. പക്ഷേ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളുടെ കാര്യത്തിനൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് ഫ്രീ ആണ് വീട്ടിലിരുന്നുകൊണ്ട്. എല്ലാം വീട്ടിൽ തന്നെ. രാവിലെ തണുപ്പാണ്, സുഖമായിട്ട് കിടന്നു തുടങ്ങും. ഒരു ടെൻഷനില്ല, ഒരു ബോസ് ഇല്ല, മുതലാളിയില്ല, സൂപ്പർവൈസർ ഇല്ല, ആരും നമ്മളൊന്നും വഴക്ക് പറയാനില്ല. വളരെ ഫ്രീ ലൈഫ്, എൻജോയ്മെന്റ് ലൈഫാണ് ഇപ്പോൾ. അവരെന്റെ ഫോണിലൊക്കെ നോക്കിയിട്ട് മൈ ബോണസ് ഒക്കെ നോക്കി, അവരെല്ലാം നോക്കി. അപ്പൊ അവർക്ക് കുഴപ്പമില്ല, എല്ലാത്തിനും നല്ല ഇതായിട്ടുണ്ട്. പെർഫെക്റ്റ് ആണ്. ബോണസ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക്. അഥവാ നിങ്ങൾ ബോണസ് വാങ്ങിച്ചില്ലേ പോലും കമ്പനി ചെക്കായിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് അഡ്രസ്സിലേക്ക് അയച്ചു തരും. നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിലേക്ക് കമ്പനി ചെക്ക് അയച്ചു തരും. അത് ചെക്ക് എക്സ്പയറി ആയി കഴിഞ്ഞാൽ വീണ്ടും അത് മാറ്റിത്തരും. അത്രക്കും പെർഫെക്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ്. 1 രൂപ പോലും നിങ്ങളുടെ പൈസ കമ്പനിക്ക് ആവശ്യമില്ല. അത്രക്കും സപ്പോർട്ടിങ് ആണ് കമ്പനി. കഴിഞ്ഞ വർഷം കണ്ടിട്ടില്ല, കഴിഞ്ഞ വർഷം ജൂണിൽ 20ാമത്തെ വർഷത്തിന് 20 കോടിയാണ് കമ്പനി മാറ്റി വെച്ചത് നമുക്കുണ്ട്. അതിൽ 10 കോടി കൊടുത്തു. ഇനി 10 കോടി കൂടി ഉണ്ട്, അതും കൂടെ തരുന്നുണ്ട്. അത് ഡിവൈഡ് ചെയ്തിട്ട് കുറേ ആൾക്കാർക്ക് കൊടുക്കും കമ്പനി. സർ, ഈ സപ്ലിമെന്റിനെ കുറിച്ച് അറിയാൻ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുകയാണോ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താണോ ഹെൽത്ത് പ്രോബ്ലം ഉള്ളത് ആ വ്യക്തിയുടെ പേരല്ല വയസ്സും എന്താ ആണാണ് ലേഡിയാണോ ജെൻസ് ആണോ എന്ന് പറയുക. അവരെന്തെങ്കിലും വേറെ എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരും കേട്ടോ. ഈ കൗണ്ട് കൂടാനുള്ള പ്രൊഡക്റ്റ് വാങ്ങിയതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒരാള് റിവ്യൂ ആയിട്ട് കൊടുത്തിരുന്നു. അപ്പൊ അതില് ഈ ക്യാൻസർ പേഷ്യൻസിന് ഈ കൗണ്ട് കൂടുന്നതിന് കൊടുക്കാൻ പറ്റുമോ? അത് സപ്ലിമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ? അത് ആരോടാണ് ഇതിനെ പറ്റി ചോദിക്കേണ്ടത്? ഗ്രൂപ്പിൽ തന്നെ ഇട്ടാൽ ഒന്നിക്ക് വിനോദ് സാർ പറയും, ഡോക്ടർ സോഫിയ മാഡം ഉണ്ട്, അവർ പറഞ്ഞു. ഓക്കെ സർ. ഗ്രൂപ്പിൽ ഇട്ട് കൂടുതലായിട്ട് ഉപയോഗം എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ക്യാൻസർ പേഷ്യൻസ് അതേപോലെ ഈ മറ്റേ നമ്മളെ ഷുഗർ, കൊളസ്ട്രോൾ, ഇതിന്റെ ഒക്കെ ആളുകളെ നമുക്കറിയാം. പക്ഷെ നമുക്ക് അവരോട് അത് പറഞ്ഞു കൊടുക്കും. സ്ഥിരമായിട്ട് 1000 2000 ഒക്കെ മാസത്തില് ടാബ്ലറ്റ് അത്രയും പുറത്തുനിന്ന് കൊടുത്തിട്ട് ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കുടിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് അവരോട് അത് മുർഷിദ, അതെന്ന് പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ പറയുമ്പം നിങ്ങളിലൊരു വിശ്വാസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ ധൈര്യം കിട്ടും കേട്ടോ. മുർഷിദിന്റെ വീട്ടിലേക്ക് 2-3 സപ്ലിമെന്റ് ഉപയോഗിച്ച് അവരെന്താ പറയണേ, സ്വന്തം ഫാമിലിയിലൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ്. പക്ഷെ അവർ പറയണത് അവർ ഈ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളായിട്ട് ഈ 2000 രൂപന്റെ ഒക്കെ മരുന്നുകൾ ഡെയിലി കുടിക്കുന്നവരാണ്. അപ്പൊ അതിൽ നിന്നൊന്നും മാറി ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ഇത് അവർക്ക് നമുക്കത് അങ്ങനെയാണ്. എന്റെ അമ്മയുണ്ടല്ലോ, എന്റെ അമ്മക്ക് മുട്ടിന് സർജറി ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ചെയ്യണ്ട, ഈ ഒരു 90,000 രൂപ ഈ സപ്ലിമെന്റ് 6 മാസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സർജറിന്റെ ആവശ്യമില്ല പറഞ്ഞു. അമ്മ കേട്ടില്ല. അമ്മ പോയി സർജറി ചെയ്തു, ലക്ഷങ്ങൾ കൊടുത്ത് സർജറി ചെയ്തു. എന്നിട്ട് ഇപ്പോഴും മറ്റേ മുട്ടിന്റെ വേദന തുടങ്ങി. ഞാൻ ലാസ്റ്റ് എൻ്റെ പെങ്ങളോട് പറഞ്ഞു, ഒന്ന് എൻ്റെ അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ, തുടച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്, അതൊന്ന് എക്സ്പയർ ആയി കളയാതൊന്ന് ഉപയോഗിക്കാൻ പറഞ്ഞു. അമ്മ അത് ഉപയോഗിച്ചപ്പോൾ 2 ആഴ്ച ആകുമ്പോൾ നമുക്ക് ഭയങ്കര മാറ്റമായി. അമ്മ എന്നോട് പറയാതെ പെങ്ങളോട് പറഞ്ഞു, അടിപൊളി സാധനം കേട്ടോ, അത് നീ ഓനോട് പറഞ്ഞിട്ട് ഒന്നുകൂടെ കുറച്ചും കൂടെ കൊടുത്തേക്കാൻ പറയാം. എന്നോട് പറഞ്ഞ നമ്മൾ ആദ്യം പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പീരിയൻസ്. പക്ഷെ നമുക്ക് ഇങ്ങനെ സപ്ലിമെന്റ്സ് ഒന്നും അതിന് പറ്റൂലല്ലോ, കാരണം നമുക്ക് അങ്ങനത്തെ അസുഖങ്ങൾ ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് ഉപയോഗിക്കാൻ. അസുഖങ്ങളുള്ള ആൾക്കല്ല സപ്ലിമെന്റ് കഴിക്കേണ്ടത്. എനിക്ക് ഒരു അസുഖമില്ല, എനിക്ക് ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല, ഞാൻ എല്ലാം കഴിക്കുന്നുണ്ട്. 14 നമുക്കും കഴിക്കാന്നാണ് പറയുന്നത്. എന്റെ മോൻ 6 വയസ്സേ ഉള്ളൂ, എന്റെ മോൻ കഴിക്കുന്നുണ്ടല്ലോ.
അല്ല സാർ, ഞാൻ അതെന്താ ചോദിച്ചാലേ നമുക്കിപ്പോ മുർഷിദ, ഈ സപ്ലിമെന്റ് അസുഖം രോഗികൾക്ക് കഴിക്കേണ്ട സാധനമല്ല സപ്ലിമെന്റ്. രോഗികൾ എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ അസുഖമില്ലാത്ത വ്യക്തി കഴിക്കേണ്ടതാണ് സപ്ലിമെന്റ്. എന്തിനാ അല്ല സപ്ലിമെന്റ് സാർ, കഴിക്കുന്നത്? അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിച്ചത് അതല്ല. ഈ നമുക്കിപ്പോ നോർമൽ ആണ് ഇപ്പൊ, അതുകൊണ്ട് കഴിക്കാന്നുള്ളത് സാർ പറഞ്ഞു. ഓക്കെ, പക്ഷെ നമുക്കിപ്പോ ഈ ഷുഗർ പേഷ്യൻസിന് അവർക്ക് നോർമൽ അല്ലാത്തോണ്ടാണല്ലോ അവര് അന്നേരമാണ് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ അന്നേരമാണ്. പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് അത് മാത്രമല്ല. മുർഷിദ ഇപ്പം ഒരു മാസത്തിൽ പനി വന്ന് ജലദോഷം വന്ന് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ആ പോക്ക് കുറഞ്ഞു കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്നല്ലേ. ഓക്കെ സാർ. നമ്മുടെ 9 മണിന്റെ മീറ്റിംഗ് സമയമല്ലേ?